ഹായ് എവരി വൺ അഗെയിൻ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ പാത്വേ സീരീസിൻ്റെ ക്ലാസ്സിലെ അഞ്ചാമത്തെ വീഡിയോ ആണിത്. ക്ലാസ് വൈസ് നോക്കുകയാണെങ്കിൽ 4ാമത്തെ വീഡിയോ, ഒന്ന് ഇൻട്രഡക്ഷൻ വീഡിയോ ആയിരുന്നു. അപ്പം ഈ ഒരു വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ മുമ്പുള്ള വീഡിയോസ് കാണാൻ ബാക്കിയുള്ള ആൾക്കാരുണ്ടെങ്കിൽ അത് കണ്ടിട്ടായിരിക്കണം ഇതിലേക്ക് വരേണ്ടത്. എന്നാലേ നിങ്ങൾക്ക് ആ ഒരു കണ്ടിന്യൂസ് കിട്ടത്തുള്ളൂ. കാര്യം ഇതൊരു കണ്ടിന്യൂസ് ക്ലാസ് ആണ്. കോസ്റ്റ് ബേസിക്സിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ ഓൾമോസ്റ്റ് കോസ്റ്റിൻ്റെ ക്ലാസിഫിക്കേഷൻസ് കാര്യങ്ങൾ എന്തായിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇൻകം സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു ബേസിക്സ് മാത്രമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. കൂടുതൽ കാര്യങ്ങൾ സിലബസിലേക്ക് കടന്നാൽ, ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും പ്രോപ്പർലി. അതിൻ്റെ കോൺസെപ്റ്റ്സും കാര്യങ്ങളൊക്കെ പ്രോപ്പർലി ഡിസ്കസ് ചെയ്യും. നമ്മൾ അതിൻ്റെ ഒരു ബേസ്, ഒരു ഫോർമാറ്റ് പരിചയപ്പെടുത്തുക എന്നുള്ളൊരു സംഗതിയാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് നമ്മളെല്ലാവരും കേൾക്കുന്നതാണ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. പക്ഷെ നിങ്ങൾ ഇത്രയും കാലം അതിനെ വേറൊരു പേരിലായിരിക്കും കേട്ടിട്ടുണ്ടാവുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്നൊക്കെ. റെഡിയല്ലേ? നിങ്ങൾ കേട്ടത് എന്തായിരിക്കും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നൊക്കെ ആയിരിക്കും കേട്ടിട്ടുണ്ടാവുക. പക്ഷെ അതേ സാധനം തന്നെയാണ് ഇവിടെത്തും. അതിൻ്റെ പേരെന്തായി മാറിയിട്ടുണ്ട്, ഇൻകം സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. റെഡിയല്ലേ? അപ്പോൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്താ? ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് കമ്പനിയുടെ ഒരു വർഷത്തെ റവന്യൂ, കമ്പനീൻ്റെ ആ വർഷത്തെ ഇൻകവും, കമ്പനീൻ്റെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ കാണിച്ച് കമ്പനി ആ വർഷം ചെയ്ത ഓപ്പറേഷൻ്റെ പെർഫോമൻസിൻ്റെ റിസൾട്ട് കാണാൻ, നമുക്ക് ആ റിസൾട്ട് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്ന, അല്ലെങ്കിൽ അത് ആ ഒരു റിസൾട്ടിനെ കൃത്യമായിട്ടൊരു ഫോർമാറ്റ് രൂപത്തിൽ കാണിക്കുന്നതാണ് ഈ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കമ്പനിയുടെ കഴിഞ്ഞു പോയ ഒരു പീരീഡിലേക്കുള്ള റവന്യൂവും എക്സ്പെൻസൊക്കെ കാണിച്ച് കമ്പനി ആ വർഷം അല്ലെങ്കിൽ ആ ഒരു പീരീഡിൽ നടത്തിയ ഓപ്പറേഷൻ്റെ റിസൾട്ട് ആയിരിക്കും എവിടെ ഉണ്ടാവുക, ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ ഉണ്ടാവുക. അപ്പോൾ അതിലൊരു പെർഫോമൻസ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഇൻകം സ്റ്റേറ്റ്മെൻറ്റുകൾ സഹായിക്കും. അപ്പോൾ നമ്മൾ കഴിഞ്ഞു പോയ ഒരു പീരീഡിൻ്റെ റവന്യൂവും എക്സ്പെൻസും അതുമായി ബന്ധപ്പെട്ട് പ്രോഫിറ്റിലാണോ ലോസിലാണോ എന്നൊക്കെ മനസ്സിലാവാൻ, കമ്പനി നഷ്ടത്തിലാണോ ലാഭത്തിലാണോ എന്നൊക്കെ മനസ്സിലാവാൻ വേണ്ടിയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ 2 രീതിയിൽ പ്രിപ്പയർ ചെയ്യും. ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ 2 രീതിയിലാണ് പ്രിപ്പയർ ചെയ്യുക. റെഡി? ഒന്ന് അബ്സോർപ്ഷൻ ഇൻകം സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഒന്നെന്താണ് അബ്സോർപ്ഷൻ ഇൻകം സ്റ്റേറ്റ്മെന്റ്. ഒന്നേതാണ് അബ്സോർപ്ഷൻ ഇൻകം സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത് വേരിയബിൾ അല്ലെങ്കിൽ മാർജിനൽ ഇൻകം സ്റ്റേറ്റ്മെന്റ്, അല്ലെങ്കിൽ കുറേ പേരുകളുണ്ട്. ആ പേരുകളൊക്കെ കൂടുതലും സിലബസുകൾ എത്തിക്കഴിഞ്ഞാൽ പഠിക്കും. ഇപ്പോൾ വേരിയബിൾ ഇൻകം സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ മാർജിൻ ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്താ വിളിക്കുക? 2 ഇൻകം സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ട്. ഒന്ന് അബ്സോർപ്ഷൻ ഇൻകം സ്റ്റേറ്റ്മെന്റ് ആണ്, രണ്ടാമത് വേരിയബിൾ കോസ്റ്റിംഗ് ഇൻകം സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ മാർജിൻ ഇൻകം സ്റ്റേറ്റ്മെന്റ്. ഇങ്ങനെ 2 ഇൻകം സ്റ്റേറ്റ്മെന്റുകളല്ലേ. നിങ്ങൾക്ക് എന്തിനാ സാറേ 2 ഇൻകം സ്റ്റേറ്റ്മെന്റ്? അതിനെക്കുറിച്ചൊക്കെ വൃത്തിക്ക് ഹൈ കോൺസെപ്ച്വലി നമ്മൾ ഇവിടെ പഠിക്കും, ക്ലാസ്സുകളിൽ പഠിക്കും. അപ്പം നിങ്ങൾ മനസ്സിലായിക്കോ, ഇപ്പം നിങ്ങൾക്ക് ബേസിക്സ് ആയിട്ട് ഈ 2 സ്റ്റേറ്റ്മെൻറ്റിൻ്റെയും ഫോർമാറ്റ് ആണ്. എന്തിന് നിങ്ങൾ 2 പ്രിപ്പയർ ചെയ്തെന്നു എന്നതിൻ്റെ കോൺസെപ്റ്റ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല, അത് നമ്മൾ ക്ലാസ്സിലാണ് ഡിസ്കസ് ചെയ്യുക. ഇപ്പം ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ 2 സ്റ്റേറ്റ്മെൻറ്റിൻ്റെയും ഫോർമാറ്റിൻ്റെ രൂപമാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അതിനു മുമ്പ് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ അബ്സോർപ്ഷൻ ഇൻകം സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മൾ എക്സ്റ്റേണൽ പർപ്പസിന്, നമ്മളെ കമ്പനിയെക്കുറിച്ച് അറിയേണ്ട ആൾക്കാർക്ക്, പുറത്തുനിന്ന് അറിയേണ്ട ആൾക്കാർക്ക് കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് അബ്സോർപ്ഷൻ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. വേരിയബിൾ അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ മാർജിൻ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഇൻറ്റേർണലി നമ്മുടെ ഉള്ളിലുള്ള മാനേജ്മെൻറ്റ്സിന് അവർക്ക് ഒരുപാട് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻകം സ്റ്റേറ്റ്മെൻ്റ് ആണ് കോൺട്രിബ്യൂഷൻ മാർജിൻ. അപ്പോൾ ഒന്ന് എക്സ്റ്റേണൽ പർപ്പസ് ആണ്, മറ്റേത് ഏത് പർപ്പസാണ്? ഇൻറ്റേർണൽ. എന്തുകൊണ്ട് 2 ആക്കി എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം പിന്നീട് നമുക്ക് മനസ്സിലാവും കേട്ടോ. ഇപ്പോൾ നമുക്ക് 2ൻ്റെ പരിചയപ്പെടാം, ഫോർമാറ്റ് പരിചയപ്പെടാം. ആദ്യം തന്നെ അബ്സോർപ്ഷൻ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫോർമാറ്റാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ
റവന്യൂ ഉണ്ടാവും, അതുപോലെ എഴുതുണ്ടാവും എക്സ്പെൻസ് ഉണ്ടാവില്ലേ. എന്നിട്ട് അതിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ലാസ്റ്റാണ് നമുക്ക് മനസ്സിലാവുക കമ്പനി നഷ്ടത്തിലാണോ ലാഭത്തിലാണോ എന്നുള്ള കാര്യം എന്താവുക മനസ്സിലാവുക. അപ്പോൾ നമുക്ക് നോക്കാം റെഡി. അപ്പോൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് തുടങ്ങുന്നത് സെയിൽസിൽ നിന്നാണ്. ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ചെയ്ത് തുടങ്ങുക സെയിൽസ്, അല്ലെങ്കിൽ റവന്യൂ എന്നൊക്കെ വിളിക്കും. അല്ലെങ്കിൽ എന്ത് വിളിക്കും? റവന്യൂ. എന്താ സെയിൽസ്? ആ വർഷം കമ്പനി എന്തിനാണോ ആ കമ്പനി എക്സിസ്റ്റ് ചെയ്യുന്നത്, എന്തിനാണോ ആ ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്നത്, അതിൻ്റെ ഓർഡിനറി കോഴ്സ് ഓഫ് ആക്ഷൻ എന്താണോ അത് ചെയ്ത് അത് നടത്തിയിട്ട് കിട്ടുന്ന പൈസേനാണ്, അല്ലെങ്കിൽ അതിൽ നിന്ന് ഏൺ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സെയിൽസ് എന്ന് വിളിക്കുക. ഫോർ എക്സാമ്പിൾ, ഒരു പെന്ന് വിൽക്കുന്ന കമ്പനി ആണെങ്കിൽ പെന്ന് വിറ്റിട്ട് ഏൺ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സെയിൽസ് എന്ന് വിളിക്കുന്നത്. ആ ഒരു പെന്ന് വിൽക്കുന്ന കമ്പനി അവർക്കൊരു ബിൽഡിംഗ് ഉണ്ട്, ആ ബിൽഡിംഗ് അവർക്ക് വേറെ എന്തെങ്കിലും പർപ്പസിന് അവരെന്തായി വിറ്റു, അതിൽ നിന്നൊരു പൈസ കിട്ടൂലേ, ആ പൈസ എന്ത് വിളിക്കൂല? സെയിൽസ് റവന്യൂ എന്ന് വിളിക്കുമോ? ഇല്ല. എന്തുകൊണ്ട്? പെന്ന് വിൽക്കുന്ന കമ്പനിയുടെ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ് എന്താണ്? പെന്ന് വിൽക്കല, ബിൽഡിംഗ് വിൽക്കല അല്ല. അപ്പം നമ്മൾക്ക് എന്തായി സെയിൽസ് റവന്യൂ എന്ന് പറയുന്നത്? അവർ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്സിന്റെ ഭാഗമായി അവർ കിട്ടുന്ന ഇൻകത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സെയിൽസ് റവന്യൂ എന്നുള്ളത്. അല്ലാണ്ട് അവർ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്സിന്റെ ഭാഗമല്ലാത്ത മറ്റുള്ള എന്തെങ്കിലും കാര്യം വിറ്റ് കഴിഞ്ഞാൽ അതിനെന്ത് വിളിക്കൂല? സെയിൽസ് റവന്യൂ എന്ന് വിളിക്കുമോ? ഇല്ല. അപ്പോൾ സെയിൽസ് റവന്യൂ എന്താ വരിക? ചുരുക്കി പറഞ്ഞാൽ എന്തിനാണ് നിങ്ങൾ ബിസിനസ്? ഒരു ബിസിനസ് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്ന, എന്തെങ്കിലും സർവീസ് കൊടുക്കുന്നുണ്ടാവല്ലോ, അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കത്തുള്ളൂ? സെയിൽസ് എന്ന് വിളിക്കത്തുള്ളൂ. ശരിയല്ലേ? ബാക്കിയൊക്കെ നമ്മൾ കാണിക്കും, പക്ഷെ കാണിക്കേണ്ട രീതിയൊക്കെ എന്താണ്? വേറെയാണ്. രണ്ടാമത് സെയിൽസ് കാണിച്ചു, ഫസ്റ്റ് തന്നെ സെയിൽസ് കാണിച്ചു. രണ്ടാമത് കാണിക്കാൻ പോകുന്നതാണ് കോക്സ്. രണ്ടാമത് കാണിക്കുന്നത് എന്താണ്? കോക്സ്. എന്താ കോക്സ്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. എന്താ കോസ്റ്റ്? എന്താ കോക്സ്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. എന്താ അതിൻ്റെ അർത്ഥം? വിറ്റ ഗുഡ്സ് പ്രൊഡക്റ്റ് അല്ലേ? വിറ്റ ഗുഡ്സിന്റെ കോസ്റ്റ് അതാണ് ഏത്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. എന്തുകൊണ്ട് വിൽക്കാത്ത ഗുഡ്സിന്റെ കോസ്റ്റ് ഇവിടെ എഴുതാൻ പറ്റുമോ മക്കളെ? ഇപ്പൊ നിങ്ങൾ 1000 ഉണ്ടാക്കി അല്ലെ? 1000 ഉണ്ടാക്കിയ പാട് നമുക്ക് 1000 സ്റ്റോക്ക് അല്ലെങ്കിൽ 1000 ഇൻവെന്ററി കിട്ടിയില്ലേ അല്ലെ? സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ CMA USA പ്രകാരം ഇൻവെന്ററി എന്ന് പറയും. 1000 ഇൻവെന്ററി കിട്ടിയില്ലേ? ആ ഇൻവെന്ററി ഉണ്ടാക്കാൻ വേണ്ടി കുറെ പൈസ ചെലവാക്കിയിട്ടുണ്ട് അല്ലെ? കുറെ പ്രൊഡക്ഷന് വേണ്ടി കുറെ ചെലവാക്കിയിട്ടുണ്ട്. അതിൽ നമ്മൾ അസറ്റ് ആയിട്ട് കാണിക്കുമല്ലേ അല്ലെ? ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ? അസറ്റ് അല്ലേ? അത് എപ്പോഴേ കോസ്റ്റ് ആകത്തുള്ളൂ, എപ്പോഴേ എക്സ്പെൻസ് ആകത്തുള്ളൂ. അത് വിറ്റ് കഴിഞ്ഞാലേ എക്സ്പെൻസ് ആവും. ഒരു ഇൻവെന്ററി ഇപ്പം നിങ്ങൾ ഒരു സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന ആൾക്കാരാണ്, നിങ്ങൾ ഒരുപാട് പ്രൊഡക്റ്റുകൾ വാങ്ങും. ആ വാങ്ങിയ പ്രൊഡക്റ്റൊക്കെ നിങ്ങൾക്കെന്താ? അതൊക്കെ നിങ്ങൾക്ക് എന്താണ്? അസറ്റാ അല്ലേ? അത് വിറ്റാലേ അത് എന്താകത്തുള്ളൂ? എക്സ്പെൻസ് ആകത്തുള്ളൂ. അത് വിറ്റാലേ നിങ്ങൾക്ക് എന്താകത്തുള്ളൂ? എക്സ്പെൻസ് ആകത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു 10 സെക്കൻഡ് ഹാൻഡ് കാർ വിൽക്കുന്ന കമ്പനിയാണ്. ശരി, ഒരു 10 ലക്ഷത്തിന് ഒരു കാർ വാങ്ങിക്കാൻ 10 ലക്ഷത്തിന് കാറ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എന്നത് അസറ്റാ. അത് നിങ്ങൾ 15 ലക്ഷത്തിന് വിറ്റു. എത്ര ലക്ഷം വിറ്റു? 15 വിറ്റപ്പോൾ എത്ര ലക്ഷം ലാഭം? 5 ലക്ഷം. അതുകൊണ്ട് 5 ലക്ഷം ലാഭമായത് 15 ലക്ഷത്തിനാണ് വിറ്റത്. പക്ഷെ അത് വാങ്ങാൻ എത്ര ലക്ഷം ചിലവാക്കിയിട്ടുണ്ട്? 10 ലക്ഷം. അപ്പം ഇപ്പം വിറ്റ സമയത്ത് ആ 10 ലക്ഷം എന്തായി? 10 ലക്ഷം എന്തായി? എക്സ്പെൻസ് ആയി. വിൽക്കുന്നതിന് മുമ്പ് വരെ ആ 10 ലക്ഷം എന്തായിരുന്നു? അസറ്റ് ആയിരുന്നു. അപ്പം നമുക്ക് എപ്പോൾ മാത്രമേ ഇൻകം സ്റ്റേറ്റ്മെന്റിൽ എക്സ്പെൻസ് ആയിട്ട് കാണിക്കാൻ പറ്റും? വിറ്റാൽ മാത്രമേ ആ പ്രൊഡക്റ്റിന്റെ കോസ്റ്റിന് എന്ത് ചെയ്യാൻ പറ്റൂ? എക്സ്പെൻസ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റൂ? കാണിക്കാൻ പറ്റൂ. അതുവരെ ആ കോസ്റ്റ് എന്താ? അസറ്റ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? കാണിക്കാം. അപ്പോൾ ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്നാ വിറ്റ്, അതിന്റെ കൂടുതൽ കോൺസെപ്റ്റുകൾ പിന്നീട് ഡിസ്കസ് ചെയ്യും കേട്ടോ. ഇപ്പം ബേസിക്സ് ആയതുകൊണ്ട് കൂടുതൽ ഇറങ്ങുന്നില്ല. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, വിറ്റ ഗുഡ്സിന്റെ ചെലവ്. റെഡി അല്ലേ? വിറ്റ ഗുഡ്സ് നിങ്ങൾ 1000 എണ്ണം ഉണ്ടാക്കി. എത്ര ഉണ്ടാക്കി? 1000 എണ്ണം. നിങ്ങൾ വിറ്റത് 800 എണ്ണം. നിങ്ങൾ വിറ്റത് എത്ര? 800. ബാക്കി 200 എവിടെ ഉണ്ട്? നിങ്ങളുടെ കയ്യിലുണ്ട്. അതെന്തായിരിക്കും? അസറ്റ് ആയിരിക്കും. എന്തായിരിക്കും? അസറ്റ് അല്ലേ? ഇൻവെന്ററി ബാക്കി അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ അസറ്റ് അല്ലേ? അപ്പോൾ ഈ 800 എണ്ണം വിറ്റില്ലേ? ഈ 800 എണ്ണം വിറ്റതിനെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. എങ്ങനെ? വിറ്റ ഗുഡ്സിന്റെ ചെലവ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, വിറ്റ ഗുഡ്സിന്റെ ചെലവ്. അപ്പോൾ ഈ 1000 ആണോ വീട്? 1000ന്റെ കോസ്റ്റാണ് വരേണ്ടത്? അല്ല. ഏതിന്റെ കോസ്റ്റ്? 800. വിറ്റത് എത്ര എണ്ണ? 800. 800ന്റെ ചെലവ് മാത്രം ഇവിടെ വരാൻ പറ്റും. 800ന്റെ എന്ത് ചെലവ്? 800ന്റെ ഗുഡ്സിന്റെ ചെലവ്. ഗുഡ്സ് എന്ന് പറയുമ്പോൾ ഏത്? പ്രൊഡക്റ്റ് തന്നെ. ഗുഡ്സ് എന്ന് പറയുമ്പോൾ ഏതാ? പ്രൊഡക്റ്റ് തന്നെ. റെഡി. സർവീസ് ആണെങ്കിൽ സർവീസിന്റെ ചെലവ് എടുക്കുക. റെഡി. അപ്പോൾ പ്രൊഡക്റ്റിന്റെ ചെലവാ. അതേ ചെലവാ.
അതല്ലേ നമ്മൾ ഇത്രയും ദിവസം പറഞ്ഞത്. ഏതൊക്കെയാ പ്രൊഡക്ഷൻ ചെലവ്? DM, DL, പറ. DM ഏതൊക്കെ വരും? DM, DL, VMOH, അതുപോലെ തന്നെ FMOH അല്ലേ. ഇത് 4 കൂടി ചേർന്നാലാണ് ഏതിൻ്റെ ചിലവ് കിട്ടുക? പ്രൊഡക്റ്റിൻ്റെ ചിലവ് കിട്ടും. റെഡിയല്ലേ? ഇതിനാണ് നമ്മൾ ഗുഡ്സിൻ്റെ ചിലവാകുന്നത്. ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു യൂണിറ്റിൻ്റെ ഒരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് കിട്ടൂലേ? ഒരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് കിട്ടൂലേ? അതിനെ എത്ര എണ്ണമാണ് വിറ്റത് അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ എവിടെ കൊണ്ടുവരാൻ പോകുന്നത്? ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. അതായത് ശ്രദ്ധിക്കണേ, ഒരു ഗുഡ്സിൻ്റെ കോസ്റ്റ് എന്നുള്ളത് 20. നിങ്ങൾ ഒരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് എത്ര? 20. ഒന്നുണ്ടാക്കാൻ എത്ര ചിലവായി? 20. എത്ര എണ്ണം ഉണ്ടാക്കി? 1000. എത്ര എണ്ണം വിറ്റ്? 800. ബാക്കി എത്ര ഉണ്ട്? 200. ഈ ബാക്കി വരുന്ന 200 യൂണിറ്റിന് എന്തായിട്ട് കാണിക്കും? അസെറ്റായിട്ട് കാണിക്കും. ഈ 800 എക്സ്പെൻസ് ആയിട്ട് കാണിക്കും. എക്സ്പെൻസ് ആയിട്ട് കാണിക്കണമെങ്കിൽ 800 യൂണിറ്റല്ലേ വിറ്റത്. ഒരു യൂണിറ്റ് ഉണ്ടാക്കാൻ എത്ര ചിലവായി? 20. അപ്പോൾ എത്രയായിരിക്കും എക്സ്പെൻസ്? 800 × 20 എത്രയായിരിക്കും? 16,000 ആയിരിക്കും എന്ത് വരുന്നത്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അപ്പോൾ 20 എന്നാ സാറേ? 20 ആണ് എന്ത്? പ്രൊഡക്റ്റ് കോസ്റ്റ്. പ്രൊഡക്റ്റ് കോസ്റ്റ് അറിയുമ്പോൾ ആര്? ഈ 4 ആളും കൂടി ചേർന്നത്. ഈ 4 ആളും കൂടി ചേർന്നതിന് എന്ത് വിളിക്കുക? പ്രൊഡക്റ്റ് കോസ്റ്റ്. അപ്പോൾ ഈ 4 ആളിനെ അഡ്ജസ്റ്റ് ചെയ്ത സമയത്ത് നമുക്ക് എത്ര കിട്ടി? 20. അപ്പോൾ ഇൻകം സ്റ്റേറ്റ്മെന്റിൽ ഏതാ വരേണ്ടത്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഇൻകം സ്റ്റേറ്റ്മെന്റിൽ ഏതാ വരേണ്ടത്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. എന്താ? വിറ്റ ഗുഡ്സിന്റെ ചെലവ്. എത്ര ഇവിടെ വിറ്റ്? 800. അപ്പോൾ ഒന്നിന്റെ ചെലവ് എത്ര? 20. അപ്പോൾ 800 × 20 ചെയ്താൽ എന്ത് കിട്ടി? വിറ്റ ഗുഡ്സിന്റെ ചെലവ് കിട്ടി. അപ്പം ബാക്കി 200 എടുക്കാൻ പറ്റുമോ? പറ്റൂല. എന്തുകൊണ്ട്? അത് വിറ്റിട്ടില്ല. വിറ്റില്ലെങ്കിൽ അതെന്താ? അസെറ്റാണ്. റെഡി അല്ലേ? അപ്പം ഇൻകം സ്റ്റേറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടുന്നാ? ഇൻകം സ്റ്റേറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടുന്നാ? പറ. ഇൻകം സ്റ്റേറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടുന്നാ? സെയിൽസ് എന്നാണ്. സെയിൽസ് എന്ത് കുറക്കണം? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. വിറ്റതിന്റെ മാത്രമേ, ഉണ്ടാക്കിയതിന്റെ മൊത്തം കുറക്കാൻ പറ്റുമോ? പറ്റൂല. വിറ്റതിന്റെ എക്സ്പെൻസ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റൂ? കുറക്കാൻ പറ്റും. അത് കുറച്ചാൽ നമുക്ക് കിട്ടുന്ന എമൗണ്ടിനെ വിളിക്കുന്ന പേരാണ് ഗ്രോസ് പ്രോഫിറ്റ്. എന്ത് വിളിക്കും? ഗ്രോസ് പ്രോഫിറ്റ് എന്ന് വിളിക്കും. നമ്മൾ എന്താ വിളിക്കുക? ഗ്രോസ് പ്രോഫിറ്റ് കേട്ടോ. സെയിൽസിൽ നിന്ന് കോക്സ് കുറച്ചാൽ അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് എങ്ങനെ കിട്ടുക? സെയിൽസിൽ നിന്ന് കോക്സ് കുറച്ചാൽ, കോക്സ് എന്ന് പറയുമ്പോൾ COGS, അതായത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, അത് കുറച്ചാൽ നമുക്ക് കിട്ടുന്ന എമൗണ്ടിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഗ്രോസ് പ്രോഫിറ്റ് കേട്ടോ. ഗ്രോസ് പ്രോഫിറ്റ്. ഒരു പ്രശ്നമുണ്ട്. ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്നാ സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഒക്കെ എക്സ്പെൻസ് ഒക്കെ കുറക്കാം. പക്ഷേ ഇവിടെ നമ്മൾ എന്ത് എക്സ്പെൻസ് കുറച്ചിട്ടുള്ളൂ? വിറ്റ ഗുഡ്സിന്റെ എക്സ്പെൻസ്. വിറ്റ ഗുഡ്സിന്റെ മാത്രം എക്സ്പെൻസ് കുറച്ചിട്ടുള്ളൂ. അതായത് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട എക്സ്പെൻസ് മാത്രമേ കുറച്ചുള്ളൂ. കമ്പനിക്ക് പ്രൊഡക്ഷൻ അല്ലാണ്ട് വേറെ രീതിയിലും എക്സ്പെൻസ് വരൂലേ? അതിനെ കുറക്കണ്ടേ? അതിനെ കുറക്കണം. അതിന് നമ്മൾ ഇവിടെ കുറക്കും? ഗ്രോസ് പ്രോഫിറ്റ് കിട്ടിയാലേ കുറക്കാം. അതിന് നമ്മൾ കാണിക്കുന്ന പേരാണ് SA&A എക്സ്പെൻസ്. എന്തായിട്ട് കാണിക്കും? SA&A എക്സ്പെൻസ്. എന്താ SA&A എക്സ്പെൻസ് എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, സെല്ലിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ്. എന്താ വിളിക്കുക? സെല്ലിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ്. എന്താ അതിൻ്റെ അർത്ഥം? എന്താ? സെയിൽസിൻ്റെ ഭാഗമായിട്ടും അഡ്മിനിസ്ട്രേറ്റീവിൻ്റെ ഭാഗമായിട്ടും വന്ന ചിലവുകളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അടുത്തത് കുറക്കാൻ പോകുന്നത്. അതിനെവിടുന്ന് കുറക്കുന്നത്? ഗ്രോസ് പ്രോഫിറ്റിൽ നിന്നായിരിക്കും എന്ത് ചെയ്യുന്നത്? കുറക്കുന്നത്. അതിനെവിടെ കാണിക്കൂല? കോക്സിൽ കാണിക്കോ? ഇല്ല. ഇതും കൂടി കുറച്ചാൽ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടത് കോക്സിൽ കാണിച്ചു, പ്രൊഡക്ഷനുമായി ബന്ധപ്പെടാത്തതിനെ ഇവിടെ കാണിച്ചു SA&A എന്ന് പറഞ്ഞിട്ട് സെല്ലിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് കാണിച്ചു. ഇതും കൂടി കുറച്ചാൽ നമുക്ക് കിട്ടുന്നതിനെ വിളിക്കുന്ന പേരാണ് ഓപ്പറേറ്റിംഗ് ഇൻകം. എന്ത് വിളിക്കും? ഓപ്പറേറ്റിംഗ് ഇൻകം. അല്ലെങ്കിൽ ഇതിനെ വിളിക്കുന്ന വേറൊരു പേരുണ്ട്, EBIT. എന്ത് വിളിക്കും? EBIT. എന്താ EBIT? EBIT എന്ന് വെച്ചാൽ ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. എന്താ അതിൻ്റെ അർത്ഥം? ഇൻട്രസ്റ്റും ടാക്സും കൊടുക്കുന്നതിന് മുമ്പുള്ള ഏർണിങ്സ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് ഇൻകത്തിനെ വിളിക്കുന്ന വേറൊരു പേരാണ് EBIT. അങ്ങനെയാണോ? അല്ല. ഓപ്പറേറ്റിംഗ് EBIT ശരിക്കും രണ്ടാണ്. റെഡിയല്ലേ? രണ്ടാ. പക്ഷെ അതിപ്പോൾ നിങ്ങൾ നോക്കണ്ട. ഇപ്പം നിങ്ങൾ ഇത് രണ്ടും സെയിം ആയിട്ടുള്ള രീതിയിൽ എന്തായാൽ മതി, പഠിച്ചാൽ മതി. കാരണം എന്തുകൊണ്ടാണ് രണ്ടാവുന്നത്? എന്തോ ഓപ്പറേറ്റിംഗ് ഇൻകം കമ്പനിയുടെ ഓപ്പറേഷൻസിലൂടെ കിട്ടുന്ന ഇൻകാണ് ഏത്? ഓപ്പറേറ്റിംഗ് ഇൻകം അല്ലേ? സാധനം വാങ്ങുക, വിൽക്കുക എന്നുള്ള പരിപാടി, അല്ലെങ്കിൽ സാധനം ഉണ്ടാക്കുക, വിൽക്കാനുള്ള പരിപാടി, അതിലൂടെ കിട്ടുന്ന ഇൻകാണ് ഏത്? ഓപ്പറേറ്റിംഗ് ഇൻകം. റെഡിയല്ലേ? അതാണ് ഓപ്പറേറ്റിംഗ് ഇൻകം. എന്താ EBIT? ഏർണിങ്സ് ബിഫോർ ഇൻകം ആൻഡ് ടാക്സാ. ടാക്സും ഇൻട്രസ്റ്റും കൊടുക്കുന്നതിന് മുമ്പുള്ള ഏർണിങ്സിനെയാണ് എന്ത് വിളിക്കുന്നത്? EBIT. അപ്പോൾ അതായത് അതിലെന്തൊക്കെ വരാം? ഓപ്പറേഷനിലൂടെ കിട്ടുന്ന ഇൻകം വരാം, നോൺ ഓപ്പറേഷനിലൂടെ. എന്താ സാറേ നോൺ ഓപ്പറേഷൻ? അതായത് നിങ്ങളൊരു ബിൽഡിംഗ് വിറ്റപ്പോൾ ലാഭം കിട്ടൂലേ? അതാണ് നിങ്ങൾ ഓപ്പറേഷൻ. ബിൽഡിംഗ് വിറ്റിട്ട് ലാഭമാക്കുന്ന പരിപാടിയാണ് നിങ്ങളുടെ കമ്പനി അല്ലല്ലോ.
അപ്പോൾ ബിൽഡിംഗ് വിറ്റാൽ നിങ്ങൾക്ക് കിട്ടുന്ന ലാഭം അത് ഓപ്പറേറ്റിംഗ് ഇൻകം, അത് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം. എന്തിങ്ങാണ്? ഇങ്കല്ലേ പക്ഷെ അത് എന്തിങ്ങാണ്? നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം. അപ്പോൾ EBIT എന്ന് പറയുമ്പോൾ അതിൽ ആരൊക്കെ ഉണ്ടാവും? ഓപ്പറേറ്റിംഗ് ഉണ്ടാവും, നോൺ ഓപ്പറേറ്റിംഗ് ഉണ്ടാവും. ഓപ്പറേറ്റിംഗ് ഇൻകത്തിൽ ആര് മാത്രമേ ഉണ്ടാവും? ഓപ്പറേറ്റിംഗ് ഇൻകം മാത്രമേ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്താ സാറല്ല പറഞ്ഞ ഓപ്പറേറ്റിംഗ് EBITയും സെയിം ആയിട്ട് വിളിക്കാം. എപ്പോൾ സെയിം ആയിട്ട് വിളിക്കുക? ഒരു കമ്പനിയിൽ നോൺ ഓപ്പറേറ്റിംഗ് ഇല്ല. ഏതില്ല? നോൺ ഓപ്പറേറ്റിംഗ് ഇല്ല. അങ്ങനെയാണെങ്കിൽ ഓപ്പറേറ്റിംഗ് EBIT എന്തായിരിക്കും? ഒന്നായിരിക്കൂലേ? കാരണം EBIT വെച്ചെന്നാ അതിൽ ഓപ്പറേറ്റിംഗ് ഉണ്ടാവും, നോൺ ഓപ്പറേറ്റിംഗ് ഉണ്ടാവും. ഓപ്പറേറ്റിംഗിൽ ആരേ ഉള്ളൂ? ഓപ്പറേറ്റിംഗ് മാത്രം. അപ്പോൾ ഈ പറഞ്ഞ നോൺ ഓപ്പറേറ്റിംഗ് ഇല്ല. അങ്ങനെയാണെങ്കിൽ ഓപ്പറേറ്റിംഗ് EBIT തമ്മിൽ എന്തായിരിക്കും ഡിഫറൻസ് ഉണ്ടാവുക? രണ്ടും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യത്തിലൊക്കെ ആകെ 1-2 സെക്ഷനിൽ മാത്രമേ നോൺ ഓപ്പറേറ്റിങ്ങിൻ്റെ കളി വരുന്നുള്ളൂ. ബാക്കി എല്ലാവരും ഏത് മാത്രമേ ഉള്ളൂ? ഓപ്പറേറ്റിംഗ് ഇൻകം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്പറേറ്റിംഗ് ഇൻകം EBIT നമ്മളെ സംബന്ധിച്ചോളം എന്തായിരിക്കും? സെയിം ആയിരിക്കും. എന്തില്ലെങ്കിൽ? നോൺ ഓപ്പറേറ്റിംഗ് ഇല്ലെങ്കിൽ. നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം വന്നാൽ മാത്രമേ ഇത് രണ്ടും എന്താവുന്നുള്ളൂ? ഡിഫറെൻ്റ് ആവുന്നുള്ളൂ. റെഡി. അപ്പോൾ അതും കൂടി കിട്ടി. നമുക്ക് ഏത് കിട്ടി? EBIT കിട്ടി. EBIT എന്ന് പറഞ്ഞാൽ എന്താ? ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. അപ്പോൾ പിന്നെ ആരെ കൊടുക്കാണ്ട്? ഇവിടെ ആരെ കൊടുക്കാണ്ട്? ഇൻട്രസ്റ്റ് കൊടുക്കാണ്ട്. ആരെ കൊടുക്കാണ്ട്? ഇൻട്രസ്റ്റ് എന്ത് ചെയ്യാറുണ്ട്? കൊടുക്കാനുണ്ട്. റെഡി. ഇൻട്രസ്റ്റ് കൊടുക്കണ്ടേ? എന്താ ഇൻട്രസ്റ്റ്? എന്തെങ്കിലും കട എടുത്തില്ലെങ്കിൽ ആ കട എടുത്തതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഏത് കൊടുക്കാനുണ്ടാവും? ഇൻട്രസ്റ്റ് കൊടുക്കാനുണ്ടാവും. അതുണ്ടെങ്കിൽ കൊടുക്കുക. റെഡി. അപ്പോൾ നിങ്ങളേക്ക് സാർ ഇൻട്രസ്റ്റ് കിട്ടാനുണ്ടെങ്കിലോ അല്ല ഇൻട്രസ്റ്റ് അതൊക്കെ എവിടെ പെട്ട്? നോൺ ഓപ്പറേറ്റിംഗ് ഇൻകത്തിൽ പെട്ടോ കേട്ടോ. അതൊക്കെ എവിടെ പെട്ട്? നോൺ ഓപ്പറേറ്റ്. ഇവിടെ കാണിക്കേണ്ട ഒരു സാധനം കേട്ടോ. ഓപ്പറേറ്റിംഗ് ഇൻകത്തിൻ്റെയും EBITൻ്റെ ഇടക്കാണ് ഏത് കാണിക്കുക? നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം. പക്ഷെ അത് ഇനീഷ്യലി കാണിച്ചിങ്ങനെ കൺഫ്യൂഷൻ ആക്കാത്തത് കൊണ്ടാണ് ഇപ്പം നമുക്ക് വേണ്ട. നമുക്ക് പിന്നീട് ആ ടോപ്പിക് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. നിങ്ങളിപ്പോൾ മനസ്സിലാക്കുക ഓപ്പറേറ്റിംഗ് EBIT ഇപ്പോൾ സെയിം ആണെന്ന് പഠിക്കേണ്ടത് പോലും രണ്ടും സെയിം അല്ല. രണ്ടും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം വരാനുള്ള കാരണമാണ് ആര്? നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം. എന്താ ഓപ്പറേറ്റിംഗ് നോൺ ഓപ്പറേറ്റിംഗ് ഡിഫറൻസ് എന്നാ? നമ്മുടെ ഓപ്പറേഷൻസിലൂടെ നമുക്ക് കിട്ടുന്ന ഇൻകാണ് ഏത്? ഓപ്പറേറ്റിംഗ് അല്ലേ. ഓപ്പറേഷൻസ് അല്ലാതെ മറ്റുള്ള രീതിയിൽ കിട്ടുന്ന ഇൻകാണ് ഏത്? നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം. റെഡി അല്ലേ? ഓപ്പറേറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മളെ മെയിൻ ഓർഡിനറി കോസ്റ്റ് ഓഫ് ബിസിനസ് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം. റെഡി. ഒരു പെൻസിലോ വിൽക്കുന്ന കമ്പനിയാണെങ്കിൽ അത് വിറ്റ് കിട്ടുന്ന ഇൻകം. റെഡി അല്ലേ? അതിൻ്റെമായി ബന്ധപ്പെട്ട ചെലവ് കുറച്ചിട്ടുള്ള ഇൻകാണ് ഏത്? ഓപ്പറേറ്റിംഗ് ഇൻകം. അതല്ലാണ്ട് വേറെ ഏതെങ്കിലും രൂപത്തിൽ ഒരു ബിൽഡിംഗ് വിറ്റപ്പം കിട്ടിയ ലാഭമോ കാറ് വിറ്റപ്പം കിട്ടിയ ലാഭമോ ഒന്നും എന്തല്ല ഓപ്പറേറ്റിംഗ് ഇൻകത്തിൽ പെട്ടതാണോ? നോൺ ഓപ്പറേറ്റിംഗ് ഇൻകത്തിൽ പെട്ടതാണ് അത്. റെഡി അല്ലേ? അപ്പോൾ ഇൻട്രസ്റ്റ് കുറച്ചു. അപ്പോൾ EBIT ഏത് കുറച്ചു? ഇൻട്രസ്റ്റ്. അപ്പം കിട്ടുന്ന സാധനമാണ് EBIT. EBITയിൽ നിന്ന് ഇൻട്രസ്റ്റ് കുറച്ച് എന്ത് കിട്ടും? EBIT. എന്താ EBIT? ഏർണിങ്സ് ബിഫോർ ടാക്സ്. എന്താണ് EBIT? ഏർണിങ്സ് ബിഫോർ ടാക്സ്. അത് കിട്ടും. ഇനി എന്ത് കുറക്കണം? പറ. ടാക്സ് കുറക്കണം. എന്ത് കുറക്കണം? ടാക്സ്. എവിടുന്ന് ടാക്സ് കൊടുക്കുക? EBITയിൽ നിന്നായിരിക്കും എന്ത് കൊടുക്കേണ്ടത്? ടാക്സ് കൊടുക്കേണ്ടത്. എവിടെ ടാക്സ് കൊടുക്കേണ്ടത്? EBITയിലായിരിക്കും എന്ത് കൊടുക്കേണ്ടത്? ടാക്സ് കുറക്കുക. റെഡി. ടാക്സ് കുറച്ചതിനെ പിന്നെ നമുക്ക് കിട്ടുന്നതിന് വിളിക്കുന്ന പേരാണ് നെറ്റ് ഇൻകം. എന്താണ്? നെറ്റ് ഇൻകം. അത് മേ ബി ഇൻകം എന്ന് പറയുന്നുണ്ട്. അത് മേ ബി എന്താവാം? ലോസ് ആവാം. നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് ആവാം. കമ്പനി നഷ്ടത്തിലാണെങ്കിൽ ഇത് വരും, ഇൻകം വരും. നെറ്റ് ലോസ് ആയിരിക്കും എന്ത് ചെയ്യുക? വരുന്നുണ്ടാവാം. അപ്പോൾ ഇതാണ് ഒരു ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫോർമാറ്റ്. ഏത് പ്രകാരമുള്ള ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് മക്കളെ? അബ്സോർപ്ഷൻ പ്രകാരമുള്ള ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ത്രൂ ഔട്ട് ദിസ് ജേർണിയിൽ ആവശ്യമുള്ള ഒരു സാധനമാണ് അബ്സോർപ്ഷൻ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. എന്തൊക്കെ വരിക? ആദ്യം സെയിൽസിൽ നിന്ന് ഏത് കുറക്കും? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അല്ലെങ്കിൽ COGS അല്ലെങ്കിൽ കോക്സ് എന്നൊക്കെ പറയും. എന്താ അർത്ഥം? വിറ്റ ഗുഡ്സിൻ്റെ ചിലവ്. എന്ത് ചിലവാ? വിറ്റ ഗുഡ്സിൻ്റെ ചിലവ്. അത് കുറച്ച് നമുക്ക് ഏത് കിട്ടും? ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ എങ്ങനെയാണ് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടുന്നത്? സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറച്ചാലാണ് എന്ത് കിട്ടുക? ഗ്രോസ് പ്രോഫിറ്റ് കിട്ടുക. അതിൽ നിന്ന് സെല്ലിങ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസുകൾ കുറച്ചാൽ, അതായത് പീരീഡ് കോസ്റ്റ്, അതായത് എന്താർത്ഥം? പീരീഡ് കോസ്റ്റ് അല്ലെങ്കിൽ ഏത് കോസ്റ്റ്? നോൺ മാനുഫാക്ചറിങ് കോസ്റ്റ്. അത് കുറച്ചാൽ നമുക്ക് കിട്ടുന്നതിന് വിളിക്കുന്ന പേരാണ് ഓപ്പറേറ്റിംഗ് ഇൻകം. അല്ലെങ്കിൽ അത് നമ്മൾ വേറൊരു പേര് വിളിക്കും, EBIT എന്ന് വിളിക്കും. എപ്പോൾ EBIT ഓപ്പറേറ്റിംഗ് സെയിം ആവുക? കമ്പനിയിൽ നോൺ ഓപ്പറേറ്റിംഗ് ആയിട്ടുള്ള ഒന്നുമില്ലെങ്കിൽ ഓപ്പറേറ്റിംഗും EBIT എന്താണ്? സെയിം ആണ്. അതിൽ നിന്ന് ഏത് കുറക്കും? ഇൻട്രസ്റ്റ് കുറക്കും. ഇൻട്രസ്റ്റ് കുറച്ചാൽ പിന്നെ കിട്ടുന്നതിന് വിളിക്കുന്ന പേരാണ് എന്ത്? EBT, ഏർണിങ്സ് ബിഫോർ ടാക്സ്. ടാക്സ് കൊടുക്കുന്നതിന് മുമ്പുള്ള ഏർണിങ്സ്. ഇനി അതിൽ നിന്ന് എന്ത് കുറക്കണം? ടാക്സ് കുറക്കണം. ടാക്സും കൂടി കുറച്ചാലാണ് ആരെ കിട്ടുക? നെറ്റ് ഇൻകം കിട്ടുക, അതായത് ആ വർഷത്തിൻ്റെ ലാഭം. അപ്പം അതിന് ആ ലാഭമാണ് കമ്പനിയുടെ മുതലാളിമാർ എന്ത് ചെയ്യാൻ പോകുന്നത്?
വീതിച്ചെടുക്കാൻ പോകുന്നത് ആ ലാഭം എവിടുന്ന് നെറ്റിംഗത്തു നിന്നായിരിക്കും മുതലാളിമാർ എന്ത് ചെയ്യുന്നത് വീതിച്ചെടുക്കുന്നത്. അതാണ് ആ കമ്പനി ആ വർഷം നടത്തിയ ബിസിനസിന്റെ ഭാഗമായി അവർ കിട്ടിയ ലാഭമാണത്. റെഡിയല്ലേ. അപ്പോൾ ഇതാണ് ഏത് അബ്സോർപ്ഷൻ ഇൻകം സ്റ്റേറ്റ്മെന്റിന്റെ ഫോർമാറ്റ്. അപ്പോൾ കോക്സിൽ ആരൊക്കെ വരും? വിറ്റ ഗൂഡ്സിന്റെ ചെലവ്, വിറ്റ ഗൂഡ്സിന്റെ പ്രൊഡക്റ്റിന്റെ ചെലവ്. അപ്പോൾ അതിൽ ആരൊക്കെ വരും? ഡി എം ഉണ്ടാവും, ഡി എൽ ഉണ്ടാവും, വി എം ഒ എച്ച് ഉണ്ടാവും, എഫ് എം ഒ എച്ച് ഉണ്ടാവും. റെഡിയല്ലേ? ഈ ഫോർമാറ്റ് എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യും. ഇനി നമുക്ക് ഇതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. പോസ്റ്റ് ആയിട്ട് ഒന്ന് നോട്ട് ചെയ്യാൻ എല്ലാവരും റെഡി. ഇത് നോക്കണ്ട നിങ്ങൾ, ഞാൻ ഇപ്പം പറഞ്ഞ ഫോർമാറ്റ് നിങ്ങൾ നോട്ട് ചെയ്താൽ മതി, അത് നോക്കണ്ട. റെഡി. ഒരു ക്വസ്റ്റ്യൻ നോക്കാലോ. ക്വസ്റ്റ്യൻ സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ട് 20. ഒരു യൂണിറ്റ് എത്ര പൈസ കൊടുക്കുന്നത്? 20. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, ഒരു ഗുഡ്സിന്റെ കോസ്റ്റ് എത്രയാ? 10. അപ്പോൾ ഒന്നിന്റെ ചിലവ് എത്രയാ? പ്രൊഡക്റ്റ് കോസ്റ്റ് എത്രയാ? 10. റെഡി. സെല്ലിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എത്ര ആയിട്ടുണ്ട്? 50K. ഇൻട്രസ്റ്റ് 10K, ടാക്സ് 10%, സെയിൽസ് യൂണിറ്റ് 10,000 യൂണിറ്റാണ് കമ്പനി എന്താക്കിയുള്ളത്? വിറ്റത്. അപ്പോൾ നമുക്ക് ഏത് പ്രിപ്പയർ ചെയ്യാം? ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യാം? പ്രിപ്പയർ ചെയ്യാം. നമ്മളിപ്പം കണ്ട ഫോർമാറ്റ് ഇല്ലേ, അത് വെച്ച് പ്രിപ്പയർ ചെയ്യേ. റെഡി. എല്ലാവർക്കും സ്ക്രീൻ കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. റെഡി. ആദ്യം ആരാ? സെയിൽസ് അല്ലേ? പറ. എന്താ സെയിൽസ്? നമ്മൾ പ്രൊഡക്റ്റ് വിറ്റ് നമ്മൾ എന്താണ് ഓർഡിനറി കോസ്റ്റ് ഓഫ് ബിസിനസ്, അതിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സെയിൽസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ കമ്പനി ഒരു സാധനം എന്തോ ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്നുണ്ട്. എത്ര പൈസയൊക്കെ ഒന്ന് വിൽക്കുന്നത്? 20 സ്ക്രീൻ കാണുന്നില്ലേ? എത്ര പൈസയൊക്കെ വിൽക്കുന്നത്? 20. എത്ര എണ്ണം വിൽക്കുന്നുണ്ട്? അതുപോലത്തെ 10,000 എണ്ണം വിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ എത്രയായിരിക്കും സെയിൽസ് റവന്യൂ? 2 ലക്ഷം അല്ലേ? 2 ലക്ഷം അല്ലേ? റെഡി. പക്ഷെ ഇത് വിൽക്കണമെങ്കിൽ ഗുഡ്സ് വേണം, അല്ലാണ്ട് വിൽക്കാൻ കഴിയും. ആ ഗുഡ്സ് ആണെങ്കിൽ ഫ്രീ ആയിട്ടുണ്ടാകുന്ന സാധനം, അതിനൊരു ചിലവില്ലേ? അതിൻ്റെ ചിലവ് കുറക്കണം. അപ്പോൾ ശ്രദ്ധിക്കണേ. ഒന്നിൻ്റെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എത്രയാ? ഒന്നിൻ്റെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്നല്ല, പ്രൊഡക്റ്റ് കോസ്റ്റ്. ഒന്നിൻ്റെ പ്രൊഡക്റ്റ് കോസ്റ്റ് എത്ര? ഒന്നിൻ്റെ പ്രൊഡക്റ്റ് കോസ്റ്റ് 10. അതിൽ എത്ര എണ്ണമാണ് ഇൻകം സ്റ്റേറ്റ്മെന്റിലേക്ക് വരേണ്ടത്? ഫുൾ ഉണ്ടാക്കിയത് മൊത്തം വരണ ഇല്ല. ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് വരേണ്ടത്? വിറ്റതിൻ്റെ അടിസ്ഥാനത്തിൽ. നമുക്ക് ഇൻകം സ്റ്റേറ്റ്മെന്റിൽ ഏത് കോസ്റ്റ് വേണ്ടു? വിറ്റ ഗുഡ്സിന്റെ കോസ്റ്റ്. ഏതിന്റെ കോസ്റ്റ്? കാരണം വിൽക്കാത്ത ഗുഡ്സിന്റെ കോസ്റ്റ് എവിടെ കിടക്കും? അസറ്റ് എന്നിട്ട് കിടക്കും. അത് ഇവിടെ കാണിക്കണ്ട, ഇൻകം സ്റ്റേറ്റ്മെന്റിൽ കാണിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അത് അസറ്റ് എന്നിട്ട് എന്ത് ചെയ്യുക? കാണിക്കും. അപ്പോൾ ഇവിടെ 10 ഒന്നിന്റെ ഒരു വിറ്റ ഗുഡ്സിന്റെ കോസ്റ്റ്. അതുപോലത്തെ എത്ര എണ്ണം വിറ്റിട്ടുണ്ട്? 10,000 എണ്ണം വിറ്റിട്ടുണ്ട്. എത്ര വിറ്റിട്ടുണ്ട്? 10,000 എണ്ണം. അപ്പോൾ എത്രയാ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്? 1 lakh അല്ലേ? അപ്പോൾ 2 ലക്ഷമാണ് വിറ്റത്, 1 ലക്ഷമാണ് എന്ത് വന്നത്? ആ വിറ്റ സാധനത്തിന് ചിലവ് വന്നത്. അപ്പം ഗ്രോസ് പ്രോഫിറ്റ് എത്രയായിരിക്കും മക്കളെ? 2 ലക്ഷത്തിൽ നിന്ന് 1 ലക്ഷം കുറച്ചാൽ എത്ര കിട്ടും? 1 ലക്ഷം കിട്ടും. ഇനി എന്താ പരിപാടി? ഇനി സെല്ലിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് കുറക്കണം അല്ലേ? കാരണം നമ്മൾ ഈ പ്രൊഡക്റ്റ് വിറ്റ് കിട്ടിയ ലാഭമില്ല മക്കളെ, പ്രൊഡക്റ്റ് വിറ്റിട്ട് ലാഭം, അതിൽ നിന്നാണ് നമ്മൾ മറ്റുള്ള ചിലവെല്ലാം തീർക്കുക. പ്രൊഡക്റ്റ് വിറ്റ് കിട്ടിയ ലാഭമില്ലേ, ആ ലാഭത്തിൽ നിന്നാണ് എത്ര ലാഭം കിട്ടും? 1 ലക്ഷം. ആ 1 ലക്ഷത്തിൽ നിന്നാണ് നമ്മൾ മറ്റുള്ള ചിലവുകൾ, അക്കൗണ്ടന്റിന് സാലറി കൊടുക്കുക, അഡ്വർടൈസ്മെന്റ് ചെയ്യുക, അതൊക്കെ ഇതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുക. അപ്പോൾ പറയാം, സെല്ലിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എത്രയുണ്ട്? 50,000 ഉണ്ട്. എത്രയുണ്ട്? 50,000. എക്സ്പെൻസ് അല്ലേ, അതുകൊണ്ട് ആ മൈനസ് ഇടുന്നുണ്ട് 50,000. അപ്പോൾ 1 ലക്ഷം ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് 50,000 സെല്ലിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് കുറച്ചാൽ ബാക്കി എത്രയായിരിക്കും എനിക്ക് ഓപ്പറേറ്റിംഗ് ഇൻകം അല്ലെങ്കിൽ EBIT ഉണ്ടാവുക? 50,000 അല്ലേ? ഇനി EBITൽ നിന്ന് ഫസ്റ്റ് എന്ത് കൊടുക്കണം? ഇൻട്രസ്റ്റ്. എത്ര ഇൻട്രസ്റ്റ്? ക്വസ്റ്റ്യൻ ഡയറക്റ്റ് തന്നിട്ടുണ്ട് 10,000. റെഡി. 10,000 കുറക്കണ്ടേ? അപ്പോൾ 50,000 ഓപ്പറേറ്റിംഗ് ഇൻകം അല്ലെങ്കിൽ EBITൽ നിന്ന് 10,000 ഇൻട്രസ്റ്റും കൂടി കുറച്ചാൽ ബാക്കി എത്രയാണ് നമ്മളെ ഉണ്ടാവുക? 40,000. എത്ര ഉണ്ടാവും? 40,000. ഇനി 40,000 എന്താ? EBT, ഏർണിങ്സ് ബിഫോർ ടാക്സ്. അതിൻ്റെ അർത്ഥം എന്താ? ടാക്സ് കൊടുക്കുന്നതിന് മുമ്പുള്ള ഏർണിങ്സിനെയാണ് എന്ത് വിളിക്കുന്നത്? EBT. അപ്പോൾ ഇതിൽ ഏത് കൊടുക്കണം? ടാക്സ്. എത്ര ശതമാനം ടാക്സ്? 10%. ഏതിൻ്റെ 10%? EBTയുടെ 10%. ഏതിൻ്റെ 10%? EBT എത്ര? 40,000. ഈ 40,000ന്റെ മുകളിലായിരിക്കും നമ്മൾ എന്ത് കൊടുക്കാൻ പോകുന്നത്? ടാക്സ് കൊടുക്കാൻ പോകുന്നത്. 40,000ത്തിന് എത്ര ശതമാനം? 10%. അപ്പോൾ എത്ര കിട്ടും? 4,000 കിട്ടും. അപ്പോൾ 40,000ൽ നിന്ന് 4,000 കൂടി ടാക്സ് പോയാൽ കമ്പനീൻ്റെ ആ വർഷത്തെ ലാഭം എത്ര?
$36,000. ഈ $36,000 കമ്പനിക്ക് ഈ വർഷം നമുക്ക് എന്തായുള്ളത് കിട്ടിയില്ലത്. ഈ ലാഭമായിരിക്കും ആര് വീതിച്ചെടുക്കുക? മുതലാളിമാർ എന്ത് ചെയ്യുക? വീതിച്ചെടുക്കുക. റെഡിയല്ലേ? കൺഫ്യൂഷൻ ഉണ്ടെന്തെങ്കിലും ഇല്ല. അപ്പോൾ നമുക്ക് നോക്കാം, അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ആദ്യം ഈ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് സ്വന്തമായിട്ട് ട്രൈ ചെയ്യും. പ്രിപ്പയർ ഇൻകം സ്റ്റേറ്റ്മെന്റ് ആൻഡ് അബ്സോർപ്ഷൻ ഇൻകം സ്റ്റേറ്റ്മെന്റ്. അബ്സോർപ്ഷൻ പ്രകാരം നിങ്ങളൊരു ഇൻകം സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യും. നോക്ക്, ട്രൈ ചെയ്യും നിങ്ങൾ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഒന്ന് പോസ് ചെയ്തിട്ട് ട്രൈ ചെയ്യുക. റെഡി. ഇനി നമുക്കൊന്ന് നോക്കാം എന്തൊക്കെ ഡാറ്റാസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ട് 100. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്നത് എത്ര പൈസക്കാ? 100. ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ എത്ര പൈസൻ്റെ മെറ്റീരിയൽ ആവശ്യമുണ്ട്? 30 മെറ്റീരിയൽ ആവശ്യമുണ്ട്. ഡയറക്റ്റ് എക്സൽ നോട്ട് ചെയ്യാം. ഓക്കെ, സെല്ലിംഗ് പ്രൈസ് എത്ര എഴുതുന്നുണ്ട്? പറ, സ്ക്രീൻ നോക്കണേ. സെല്ലിംഗ് പ്രൈസ് എത്ര എഴുതുന്നുണ്ട്? 100. അപ്പോൾ ഒന്ന് വിൽക്കുന്ന എത്ര പൈസക്കാ? 100. ഡയറക്റ്റ് മെറ്റീരിയൽ ഒന്നുണ്ടാക്കാൻ എത്ര മെറ്റീരിയലിൻ്റെ ആവശ്യമുണ്ട്? $30 മെറ്റീരിയൽ ആവശ്യമുണ്ട്. ഡയറക്റ്റ് ലേബർ ഒന്നുണ്ടാക്കാൻ എത്ര പൈസൻ്റെ ലേബേഴ്സിന് ആവശ്യമുണ്ട്? $25 ലേബേഴ്സിന് ആവശ്യമുണ്ട്. അടുത്തത് MOH. എന്താ MOH? മാനുഫാക്ചറിങ് ഓവർഹെഡ്. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ $15 ഇതിൻ്റെ ആവശ്യമുണ്ട്? ഇൻഡയറക്റ്റ് കോസ്റ്റിന് ആവശ്യമുണ്ട്. ഏതിന് ഇൻഡയറക്റ്റ്? മാനുഫാക്ചറിങ്ങുമായി ബന്ധപ്പെട്ട് ഇൻഡയറക്റ്റ്. അതിൽ ആരൊക്കെ പെട്ട്? ഫിക്സഡും അതിൽ പെട്ടിട്ടുണ്ട്, വേരിയബിൾ അതിൽ എന്തായിട്ടുണ്ട്? പെട്ടിട്ടുണ്ട് കേട്ടോ. റെഡി. വേറെന്താന്ന്? VNMOH. എന്താ അതിൻ്റെ അർത്ഥം? വേരിയബിൾ നോൺ മാനുഫാക്ചറിങ് കോസ്റ്റ് 5. അടുത്തെന്താ? FNMOH. ഫിക്സഡ് നോൺ മാനുഫാക്ചറിങ് കോസ്റ്റ്. എത്ര ആയിട്ടുണ്ട്? 10K. ഫുൾ എമൗണ്ട് ആണത് 10K. റെഡി. ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട് 1000. റെഡി. പിന്നെന്താ? ടാക്സ് 20% തന്നിട്ടുണ്ട്. ടാക്സ് തന്നിട്ടുണ്ട്. പിന്നെന്താ? പ്രൊഡക്ഷൻ. കമ്പനി എത്ര യൂണിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്? 1500 കേട്ടോ. കമ്പനി എത്ര യൂണിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്? 1500. 1500 യൂണിറ്റ് കമ്പനി ഉണ്ടാക്കിയിട്ടുണ്ട്. സെയിൽസ് എത്ര? 1000. അപ്പം എൻ്റെ ചോദ്യം മക്കളെ, നമ്മൾ 1500 യൂണിറ്റ് ഉണ്ടാക്കിയിട്ടെങ്കിൽ പോലും നമ്മൾ വിറ്റത് എത്ര യൂണിറ്റാണ്? 1000. അപ്പോൾ ഈ 1000ൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്? ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും സ്ക്രീൻ കാണുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ആദ്യം എഴുതാം സെയിൽസ്. പറ മക്കളെ, എങ്ങനെയാണ് സെയിൽസ്? ഒന്ന് എത്ര പൈസ വിൽക്കുന്നേ? 100-നല്ലേ. അതുപോലത്തെ എത്ര യൂണിറ്റ് വിൽക്കുന്നുണ്ട്? 1000 യൂണിറ്റ് വിൽക്കുന്നില്ലേ? അപ്പോൾ ടോട്ടൽ എത്ര പൈസ കിട്ടും? 1 lakh അല്ലേ? 100-ന് 1000 വിൽക്കുന്നുണ്ട് അതുപോലത്തെ. അപ്പോൾ 100 × 1000 ചെയ്താൽ എത്ര കിട്ടും? 1 lakh. അതാണ് അടുത്ത പ്രശ്നം. ആര്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. മക്കൾ, ആരാ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്? പറ, ആരാ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്? വിറ്റ ഗുഡ്സിൻ്റെ പൈസ. അപ്പോൾ ഒരു ഗുഡ്സിൻ്റെ പൈസ എന്ന് പറയുമ്പോൾ ഒരു പ്രൊഡക്റ്റ് കോസ്റ്റ് കാണണ്ടേ? ആരൊക്കെ പ്രൊഡക്റ്റ് കോസ്റ്റ് വരിക? DM, DL, MOH അല്ലേ? എത്ര വരും? 30 + 25 + 15 എത്ര വരും? 55, 60, 70. അപ്പോൾ ഒന്നിൻ്റെ കോസ്റ്റ് എത്ര വരുന്നേ? പറ എത്ര വരുന്നേ? 70 ആണെന്ന് വരുന്നേ ഒരു യൂണിറ്റിൻ്റെ കോസ്റ്റ് വരുന്നത്. അപ്പോൾ ഒന്നുണ്ടാക്കാൻ 70. ഇതുപോലത്തെ എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് നടത്തിയിട്ടുണ്ട്? 1500 യൂണിറ്റ് ആണ് നമ്മൾ എന്താ നടത്തിയിട്ടുള്ളത്? പ്രൊഡക്ഷൻ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇൻറ്റു 1500 ആണോ നമ്മൾ ചെയ്യേണ്ടത്? അല്ല. എന്തുകൊണ്ടാണ്? നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ആരെയാ? പ്രൊഡക്ഷൻ കോസ്റ്റ് എത്രയാണെന്നാണോ നമ്മൾ നോക്കുന്നത്? അല്ലല്ല, നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഇൻകം സ്റ്റേറ്റ്മെൻറ്റാണ്. ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ ഏതേ വരാൻ പറ്റൂ? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, വിറ്റ ഗുഡ്സിൻ്റെ പൈസ. അപ്പോൾ ഇതിൽ 1500 ഉണ്ടാക്കിയെങ്കിൽ പോലും 1000 നമ്മൾ എന്തായിട്ടുള്ളൂ? വിറ്റിട്ടുള്ളൂ. അപ്പോൾ അത് മാത്രം ഇവിടെ വരാൻ പറ്റൂ? ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. നിങ്ങൾക്ക് സാറേ ബാക്കി 500 ഉണ്ടാക്കാനും നമ്മളിന്ന് പൈസ പോയിട്ടില്ലേ? അത് എന്തുകൊണ്ടാണ് നമ്മൾ ഇപ്പം കാണിക്കാത്തത്? മക്കൾ പേടിക്കണ്ട, അത് വിൽക്കുമല്ലോ പിന്നീട്. അത് വിൽക്കുന്ന സമയത്ത് കാണിച്ചോളൂ, ഇപ്പോഴേ കാണിക്കണ്ട, വിൽക്കാണ്ട് കാണിക്കണ്ട. റെഡിയല്ലേ? വിറ്റാൽ മാത്രം കാണിച്ചാൽ മതി. അതുവരെ എന്തായിട്ട് കിടന്നോളൂ അസെറ്റായിട്ട്. അത് ഭാവിയിൽ വിൽക്കുമല്ലോ, വിൽക്കുന്ന സമയത്ത് എന്തായിട്ട് കാണിച്ചാൽ മതി? എക്സ്പെൻസ് ആയിട്ട് കാണിച്ചാൽ മതി. അതുവരെ നിങ്ങൾ എന്ത് ചെയ്യണ്ട? കാണിക്കേ വേണ്ട. അപ്പം 1 ലക്ഷം പൈസ കിട്ടി, 70,000 ചിലവ് വന്നു. ലാഭം എത്ര? ഗ്രോസ് പ്രോഫിറ്റ് എത്ര? 30,000. ഗ്രോസ് പ്രോഫിറ്റ് എത്ര? 30,000. എന്ത് കൊടുക്കണം?
സെല്ലിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ്. എന്താ സെല്ലിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ്? പ്രൊഡക്ഷനുമായി ബന്ധപ്പെടാത്ത കോസ്റ്റ് അല്ലേ, പിരീഡ് കോസ്റ്റ് അല്ലേ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ സെല്ലിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എന്നതിൻ്റെ ഒരു കോസ്റ്റ് തന്നിട്ടുണ്ടോ? ഇല്ല. പക്ഷെ നമുക്കറിയാം അവരെന്ത് തന്നിട്ടുണ്ട്, VNMOH തന്നിട്ടുണ്ട്, FNMOH തന്നിട്ടുണ്ട്. എന്താ അർത്ഥം VNMOH? വേരിയബിൾ നോൺ മാനുഫാക്ചറിങ്. നോൺ മാനുഫാക്ചറിങ് എന്ന് പറയുമ്പോൾ പ്രൊഡക്ഷനുമായി ബന്ധപ്പെടാത്ത ഒരു കോസ്റ്റ്. FNMOH എന്താ? FNMOH ഫിക്സഡ് നോൺ മാനുഫാക്ചറിങ്. അതിൻ്റെ അർത്ഥം എന്താ? മാനുഫാക്ചറിങ്ങുമായി ബന്ധപ്പെടാത്ത ഫിക്സഡ് കോസ്റ്റ്. ഇത് രണ്ടും അല്ലേ സെല്ലിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് വരേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. പക്ഷെ ഒരു പ്രശ്നം എന്താ, ഒന്ന് പെർ യൂണിറ്റിലും ഒന്ന് എതിരാകുന്നത് ടോട്ടൽ അങ്ങനെ തന്നെ എടുക്കുക, ഒന്നും ചെയ്യാനില്ല. 1000 10,000 അങ്ങനെ തന്നെ എടുക്കുക, ഒരു പേടിക്കായില്ലേ. പക്ഷെ പ്രശ്നം എവിടെ വരുന്നത്? VNMOH എക്സാമ്പിളാണ് പറഞ്ഞത് സെയിൽസ് കമ്മീഷൻ. എന്താ? സെയിൽസ് കമ്മീഷൻ. ഒന്ന് വിറ്റാൽ $5 എന്ത് കൊടുക്കണം? കമ്മീഷൻ കൊടുക്കണം. നിങ്ങൾ എത്ര യൂണിറ്റ് വിൽക്കുന്നുണ്ട് മക്കളെ? 1000 യൂണിറ്റ് അല്ലേ? 1000 യൂണിറ്റ് അല്ലേ? അപ്പോൾ 5 ഇതിനൊപ്പം മൾട്ടിപ്ലൈ ചെയ്യണം, 1000 ഒരുമിച്ച്. ഒരു കാരണവശാലും പ്രൊഡക്ഷൻ്റെ ഒപ്പം മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? അത് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട കോസ്റ്റേ അല്ല. റെഡിയല്ലേ? അത് ഏതുമായി ബന്ധപ്പെട്ടതല്ല? പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടതേ അല്ല. അത് ഏതുമായി ബന്ധപ്പെട്ടതാ? സെയിൽസുമായി ബന്ധപ്പെട്ടതാ. മേ ബി ഷിപ്പിംഗ് കോസ്റ്റ് ആവാം. റെഡി? അപ്പോൾ അതൊക്കെ ഏതുമായി ബന്ധപ്പെട്ടതാ? സെയിൽസുമായി ബന്ധപ്പെട്ടതാ. അപ്പോൾ 5 അതിനൊപ്പം മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, 5 ഇതിനൊപ്പം മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് പറ, 1000 ഒരുമിച്ചാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ടോട്ടൽ എസ്സേൻ്റെ എത്ര കിട്ടി? 10,000 5000 കൂടി ചേർന്നാൽ എത്ര കിട്ടും? 15,000 കിട്ടും. എത്ര കിട്ടും? 15,000. അപ്പം ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് സെല്ലിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് 15,000 കുറച്ചാൽ ഓപ്പറേറ്റിംഗ് ബാക്കി എത്ര ഉണ്ടാവുക? അല്ലെങ്കിൽ EBIT ബാക്കി എത്ര ഉണ്ടാവുക? 15,000. ഇനി EBIT കിട്ടിയില്ലേ? 15,000. ഇനി ഇതിൽ നിന്ന് ഏത് കുറക്കണം? ഇൻട്രസ്റ്റ് കൊടുക്കണം. എത്ര ഇൻട്രസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നത്? 1000 അല്ലേ? 1000 അല്ലേ? അത് കുറച്ചു. ബാക്കി എത്ര ഉണ്ടാവും മക്കളെ? ബാക്കി എത്ര ഉണ്ടാവുക? 15,000 നിന്ന് 1000 പോയാൽ ബാക്കി EBIT എത്ര ഉണ്ടാവും? 14,000. ഏർണിങ്സ് ബിഫോർ ടാക്സ് എത്ര? 14,000. ഇനി ഇതിൽ നിന്ന് ഏത് കൊടുക്കണം? ടാക്സ് കൊടുക്കണ്ടേ? എത്ര ശതമാനമാണ് ടാക്സ്? 20%. ഏതിൻ്റെ 20%? 14,000-ൻ്റെ 20%. അല്ലാണ്ട് സെയിൽസിൻ്റെ 20 അല്ലേ? EBITയുടെ 20% ആണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ടാക്സ് കൊടുക്കുന്നത്. അപ്പോൾ 14,000 നിന്ന് 2,800 ടാക്സ് കൊടുത്താൽ, 14,000 നിന്ന് 2,800 ടാക്സ് കൊടുത്താൽ ബാക്കി എത്ര ഉണ്ടാവുക? 11,200. ഇതാണ് നമ്മൾ ഈ കൊല്ലത്തിൻ്റെ ലാഭം. ഈ ലാഭമാണ് ആര് വീതിച്ചെടുക്കുക? മുതലാളിമാർ എന്ത് ചെയ്യുക? വീതിച്ചെടുക്കുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ശരിക്കും നിങ്ങൾക്ക് മനസ്സിലായി. പ്രൊഡക്ഷൻ്റെ അടിസ്ഥാനത്തിലല്ല നമ്മൾ ഏത് പ്രിപ്പയർ ചെയ്യുന്നത്? ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ്? സെയിൽസിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്നാ തെറ്റിക്കാൻ പോകുന്നത്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡാണ്, വേറൊന്നും തെറ്റിക്കില്ല. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്നാ വിറ്റ ഗുഡ്സിൻ്റെ കോസ്റ്റ്. ഏതിൻ്റെ കോസ്റ്റാ? വിറ്റ ഗുഡ്സിൻ്റെ കോസ്റ്റ്. വിറ്റ ഗുഡ്സ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കണം, 1,500 ഉണ്ടാക്കിയെങ്കിൽ പോലും നമ്മൾ എത്ര യൂണിറ്റേ വിൽക്കുന്നുള്ളൂ? 1000 യൂണിറ്റേ വിൽക്കുന്നുള്ളൂ. അപ്പോൾ 1000 യൂണിറ്റിൻ്റെ കോസ്റ്റ് മാത്രം കാണിച്ചാൽ മതി. വിൽക്കാത്ത യൂണിറ്റിൻ്റെ കോസ്റ്റ് നമ്മൾ എന്തായി കാണിക്കും? അസറ്റായിട്ട് കാണിക്കും. പിന്നീട് അത് അടുത്ത വർഷം വിൽക്കുന്ന സമയത്ത് എന്തായി കാണിക്കും? കോസ്റ്റായിട്ട് കാണിക്കും. പ്രശ്നമുണ്ടോ? അപ്പോൾ ഗുഡ്സിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റാണ്. അല്ലെ DM ഉണ്ടാവും, DL ഉണ്ടാവും, VMOH ഉണ്ടാവും, FMOH ഉണ്ടാവും. അപ്പോൾ അത് തന്നില്ലെങ്കിൽ ഇപ്പം കണ്ടുപിടിച്ച പോലെ DMനെയും DLനെയൊക്കെ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? കണ്ടുപിടിക്കേണ്ടി വരും. റെഡിയല്ലേ? കൺഫ്യൂഷൻ ഉണ്ട് എന്തെങ്കിലും? ഇല്ല. അതുപോലൊരു ക്വസ്റ്റ്യനാണ്. അബ്സോർപ്ഷൻ പ്രകാരം ഏത് കാണാനാ? ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് കാണാനുള്ള ക്വസ്റ്റ്യനാണ്. റെഡി? ഇവിടെ നമുക്ക് സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ട്, പ്രൊഡക്ഷൻ തന്നിട്ടുണ്ട്, സെയിൽസ് യൂണിറ്റ് തന്നിട്ടുണ്ട്, DMും DLും VMOHും FMOHും FNMOHും VNMOH ഒക്കെ എന്താക്കിയിട്ടുണ്ട്? തന്നിട്ടുണ്ട്. ടാക്സ് തന്നിട്ടുണ്ട് 10%. ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് പറയുന്നത്. റെഡി? നമുക്ക് ഈ ഡാറ്റ ഒന്ന് എക്സലിലേക്ക് കോപ്പി ചെയ്യാം. ആദ്യം സെല്ലിംഗ് പ്രൈസ് എത്ര? 50. DM എത്ര? 10. DLും 10. MOH സെപ്പറേറ്റ് ആണെന്നത്, VMOH വേറെ, FMOH വേറെ ആണെന്നത്. അപ്പോൾ VMOH 5, FMOH ഫുൾ എമൗണ്ടിലാണെന്നത്. FMOH 1 lakh ആണെന്നത്. 1 lakh ആണെന്നത്. റെഡി? VNMOH 2 ആണ് തന്നത് ക്വസ്റ്റ്യനിൽ. VNMOH 2 ആണെന്നത്. FNMOH 20,000 ആണ്. FNMOH 20,000 ആണെന്നത്. റെഡി? ഇൻട്രസ്റ്റ് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, അതുകൊണ്ട് ഇൻട്രസ്റ്റ് ക്യാൻസൽ ആക്കാം. ടാക്സ് 20% അല്ല, 10% ആണ്. അതെന്താ ഇവിടെ മാറ്റി.
പ്രൊഡക്ഷൻ ഈക്വസ്റ്റലിൽ 20,000 പ്രൊഡക്ഷൻ. എത്ര ക്വസ്റ്റ്യൻ? 20,000 പ്രൊഡക്ഷൻ. സെയിൽസ് എത്ര? 20,000 ഉണ്ടാക്കിയതിന് പോലും എത്ര വിറ്റിട്ടുള്ളൂ? 10,000 വിറ്റിട്ടുള്ളൂ. 20,000 ഉണ്ടാക്കിയതിന് പോലും എത്ര വിറ്റിട്ടുള്ളൂ? 10,000 വിറ്റിട്ടുള്ളേ. റെഡി. അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാം. ഇതിലൊരു വലിയൊരു ടിസ്റ്റ് ഒളിഞ്ഞിരിപ്പുണ്ട്. റെഡി. ഇതിവിടെ ബേസിക്സിൽ എടുക്കേണ്ടതല്ല, എന്നാൽ പോലും നമുക്ക് ഡിസ്കസ് ചെയ്യാം. റെഡി. സെയിൽസ് ഒന്ന് എത്ര ദിവസമൊക്കെ വിൽക്കുന്നത്? 50-നല്ലേ. എത്ര യൂണിറ്റ് വിൽക്കുന്നുണ്ട്? 10,000 യൂണിറ്റ് വിൽക്കുന്നുണ്ട്. 20,000 ഉണ്ടാക്കിയതിന് പോലും എത്ര യൂണിറ്റ് വിൽക്കുന്നുള്ളൂ? 10,000 വിൽക്കുന്നുള്ളൂ. റെഡി. അപ്പോൾ സെയിൽസ് റവന്യൂ കിട്ടിയില്ലേ? 5 ലക്ഷം കിട്ടി. ഇനിയാണ് നമ്മളെ കളി. ആരാ? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. എന്താ അർത്ഥം? വിറ്റ ഗുഡ്സിൻ്റെ ചെലവ്. റെഡി അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ വിറ്റ ഗുഡ്സിൻ്റെ ചെലവ് കാണാം? അപ്പോൾ നമുക്ക് ആദ്യം ഒരു ഗുഡ്സിൻ്റെ പ്രൊഡക്റ്റ് കോസ്റ്റ് കാണാം. റെഡി. ആരൊക്കെ വരും? DM, DL, പിന്നെ VMOH, FMOH. DM തന്നിട്ടുണ്ട് എത്രയാ? 10. DL എത്രയാ? 10. VMOH എത്ര? 5. FMOHൻ്റെ പ്രശ്നം എന്നാ? FMOH എങ്ങനെ തന്നത്? ടോട്ടലാണ് തന്നത്. ടോട്ടൽ എത്രയാ? ടോട്ടൽ തന്നത് FMOH ഇതാ നോക്ക്, സ്ക്രീനിൽ നോക്ക്. എത്രയാ തന്നത്? 1 lakh തന്നത്. അത് മൊത്തം എടുക്കാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ടാ? നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത് ഒരു യൂണിറ്റിൻ്റെ കോസ്റ്റ് അല്ലേ? ഈ 1 lakh ചിലവായത് ഒരു യൂണിറ്റ് ഉണ്ടാക്കാനാ? അല്ലല്ല. ഈ കമ്പനി പറഞ്ഞിട്ടുള്ള ഈ 20,000 യൂണിറ്റ് ഉണ്ടാക്കാനാണ് ഈ 1 lakh ചിലവായത്. മക്കളെ, അപ്പോൾ ഇല്ലെങ്കിൽ സാറ് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ചിലവായിട്ടുണ്ടാവുക? ആണാ? FMOH എന്ത് കോസ്റ്റാ? സെയിൽസിൻ്റെ കോസ്റ്റാ? പ്രൊഡക്ഷൻ്റെ കോസ്റ്റ് അല്ലേ? അപ്പോൾ 20,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വന്ന ചിലവാണ് ഏത്? ഈ 1 lakh എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഒരു യൂണിറ്റ് ഉണ്ടാക്കാൻ എത്രയായിരിക്കും നമ്മൾ വീതിച്ചു കൊടുക്കലാണ്. എന്തുകൊണ്ട് വീതിച്ചു കൊടുക്കൽ? ഇൻഡയറക്റ്റ് കോസ്റ്റാ. അപ്പോൾ ഒരു യൂണിറ്റിലേക്ക് എത്രയാണെന്നുള്ളത് ഡയറക്റ്റ്ലി പറയാൻ പറ്റുമോ? പറ്റൂല. നമ്മൾ എന്ത് ചെയ്യുക? വീതിച്ചു കൊടുക്കുക അല്ലേ? വീതിച്ചു കൊടുക്കലേ മാർഗമുള്ളേ. റെഡി. അപ്പോൾ എന്ത് ചെയ്യുക? 1 lakh ആണ് നമുക്ക് ടോട്ടലായിട്ട് മാനുഫാക്ചറിങ്ങിന് വേണ്ടി ഫിക്സഡ് ആയിട്ട് ചിലവായ എമൗണ്ട്. അങ്ങനെ ചിലവായപ്പോൾ നമുക്ക് എത്ര യൂണിറ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്? 20,000 യൂണിറ്റ്. അപ്പോൾ ഒന്നിൻ്റെ മുകളിൽ എത്ര ചിലവായിട്ടുണ്ടാവും? 1 lakh ഡിവൈഡഡ് ബൈ 20,000. അപ്പോൾ ഒന്നിൻ്റെ മുകളിൽ എത്ര ചിലവായി? $5. എങ്ങനെ കിട്ടിയേ? 1 lakh ഡിവൈഡ് ബൈ 20. എന്താ അങ്ങനെ ചെയ്ത സാറേ? ഈ 1 lakh എന്നാ മാനുഫാക്ചറിങ്ങിന് വേണ്ടി ചിലവായ ഫിക്സഡ് കോസ്റ്റ് അല്ലേ? മാനുഫാക്ചറിങ് എന്ന് പറയുമ്പോൾ പ്രൊഡക്ഷന് വേണ്ടി എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ? 20,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ. അപ്പോൾ ഒന്നിൻ്റെ മുകളിൽ എത്ര ചിലവായി? 1 lakh ഡിവൈഡ് ബൈ 5. അപ്പോൾ ടോട്ടൽ എത്ര കോസ്റ്റ് വരും? 10 + 5 + 5 എത്ര വരും? 30. അപ്പോൾ ഒന്നുണ്ടാക്കാൻ കമ്പനിക്ക് വന്ന പ്രൊഡക്റ്റ് കോസ്റ്റ് എത്രയാണ്? 30. അപ്പോൾ ഇതുപോലെ എത്ര ഉണ്ടാക്കിയിട്ടുണ്ട്? 20,000 യൂണിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ വന്നിട്ട് 30 × 20,000 അടിക്കാൻ പറ്റുമോ? പറ്റൂല. കാരണം ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അവിടെ ഏത് മാത്രമേ വരൂ? സെയിൽ ചെയ്തതിൻ്റെ മാത്രമേ വരൂ. എത്ര സെയിൽ ചെയ്തത്? 10,000 യൂണിറ്റ് അല്ലേ? അപ്പോൾ 30 × എന്ത് ചെയ്യണം? 10,000 ചെയ്യണം. എന്ത് ചെയ്യണം? 30 × എന്ത് ചെയ്യണം? 10,000 ചെയ്യണം. റെഡി അല്ലേ? അപ്പോൾ എത്രയായിരിക്കും ഗ്രോസ് പ്രോഫിറ്റ് കിട്ടുക? 5 lakh എന്ന് 3 lakh കുറച്ചാൽ ബാക്കി എത്ര ഉണ്ടാവും? 2 lakh ഉണ്ടാവും. എത്ര ഉണ്ടാവും? 2 lakh. പിന്നെ അടുത്തെന്താ? സെല്ലിങ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ്. അതിൽ ആരൊക്കെ ഉണ്ട്? VNMOH ഉണ്ട്, FNMOH ഉണ്ട്. നേരത്തെ സെയിം മോഡലാണ്. FNMOHനെ ഡയറക്റ്റ്ലി അങ്ങനെ എടുക്കാം. അപ്പോൾ നിങ്ങളേക്കും സാറ് FMOHനെ 1 lakh ഡിവൈഡ് ബൈ 20 ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ് FNMOHനെ അങ്ങനെ ചെയ്യാത്തത്? ആലോചിച്ച് നോക്കണം മക്കളെ. FMOH എന്നാ പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ളതാണ്. FNMOH എന്നാ അങ്ങനെ നോൺ മാനുഫാക്ചറിങ് കമ്പനിയിൽ ജനറലായിട്ട് വരുന്ന കോസ്റ്റാണ്. അതിന് പ്രൊഡക്ഷൻ്റെ അപ്പുറം ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അത് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട കോസ്റ്റ് ആണോ? ഇല്ല. അപ്പോൾ FNMOH അതായത് നോൺ മാനുഫാക്ചറിങ്ങുമായി ബന്ധപ്പെട്ട ഫിക്സഡ് കോസ്റ്റ് വന്നാൽ നിങ്ങളൊന്നും ചെയ്യേണ്ട. എത്ര എമൗണ്ടാണ് വന്നത് അത് അതുപോലെ എടുത്ത് തരിക. പ്രൊഡക്ഷനെ അപ്പുറം ഡിവൈഡ് ചെയ്യണം. ഒന്ന് സെയിൽസിനെ അപ്പുറം ഡിവൈഡ് ചെയ്യണം. ഒന്നും ചെയ്യണ്ടേ. അത് ഡയറക്റ്റ് എന്തായിക്കോളും എടുത്ത് എഴുതിക്കോളാം. ഏതിനാണ്? FMOHനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യം പ്രൊഡക്ഷൻ്റെ അപ്പുറം. എന്തുകൊണ്ടാണ്? FMOH മാനുഫാക്ചറിങ്ങുമായി ബന്ധപ്പെട്ട ഫിക്സഡ് കോസ്റ്റാണ്. അപ്പോൾ അത് ഏതൊക്കെ കൊടുക്കേണ്ടതാണ്? നമുക്ക് പ്രൊഡക്റ്റിലേക്ക് കൊടുക്കേണ്ടതാണ്. പ്രൊഡക്റ്റിലേക്ക് കൊടുക്കണമെങ്കിൽ അത് ഒറ്റയ്ക്ക് വന്ന് പറഞ്ഞുതരുമോ? ഞാൻ ഒരു പ്രൊഡക്റ്റിലേക്ക് ഇത്ര ചിലവായി എന്നുള്ളത്? ഇല്ല, ഇൻഡയറക്റ്റാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ട? ഒരു വീതിച്ച് കൊടുക്കേണ്ടി വരും. എത്ര യൂണിറ്റ് ആണോ പ്രൊഡ്യൂസ് ചെയ്തത് അത്രയും യൂണിറ്റിലേക്ക് നമ്മൾ ഇതെന്ത് ചെയ്യണം? വീതിച്ച് കൊടുക്കണം. അതുകൊണ്ടാണ് നമ്മൾ 1 lakh ഡിവൈഡ് ബൈ എന്തടിച്ചത്? 20,000 അടിച്ചത്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ പഠനങ്ങളാണ് നമ്മൾ പാർട്ട് 1 എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പഠിക്കും. സെക്ഷൻ D എന്നൊരു കോസ്റ്റിംഗ് എന്ന ഏരിയയിൽ കൂടുതൽ പഠിക്കും കേട്ടോ. ഇപ്പം കൂടുതൽ ചിന്തിക്കണ്ട. അപ്പം നിങ്ങൾ ആലോചിച്ചാൽ മതി. 20,000 FNMOH ഡയറക്റ്റ് എടുക്കാനുള്ള റീസൺ എന്താ?
കാരണം അത് നോൺ മാനുഫാക്ചറിംഗ് കോസ്റ്റാണ്. അത് എത്രയാണ് വന്നത് അത് മൊത്തം നമ്മൾ എന്ത് ചെയ്തു ഇൻകം സ്റ്റേറ്റ്മെൻറ്റിലേക്ക് എടുത്തു. പക്ഷേ ഇത് മാത്രമാണോ ഇവിടെ നോൺ മാനുഫാക്ചറിംഗ് ഉള്ളത്? അല്ല, ഒരു വേരിയബിൾ നോൺ മാനുഫാക്ചറിംഗ് ഉണ്ട്. അതായത് സെയിൽസ് കമ്മീഷൻ അല്ലെങ്കിൽ ഷിപ്പിംഗ് കോസ്റ്റ് ഏതെങ്കിലും ആയിക്കോട്ടെ. ഒരു യൂണിറ്റിന് എത്ര? 2. ഇതിന് ആരെപ്പറ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? പ്രൊഡക്ഷൻ്റെ എപ്പറ സെയിൽസിൻ്റെ എപ്പറ? പറ. പ്രൊഡക്ഷൻ്റെ എപ്പറ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ട്? ആ ടേമിൽ തന്നെ ഉണ്ട്. അത് എന്ത് കോസ്റ്റാ? വേരിയബിൾ നോൺ മാനുഫാക്ചറിംഗ് കോസ്റ്റാണ്. അതിൻ്റെ അർത്ഥം നോൺ മാനുഫാക്ചറിങ്ങുമായി ബന്ധപ്പെട്ട കോസ്റ്റാണ്. അപ്പോൾ അത് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടതാണോ? അല്ല. അപ്പോൾ അതിന് നമുക്ക് ഏതിൻ്റെ പേര് മൾട്ടിപ്ലൈ ചെയ്യണം? സെയിൽസിൻ്റെ ഒരുമിച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. എന്തുകൊണ്ടായിരിക്കും? അത് സെയിലുമായി ബന്ധപ്പെട്ടതായിരിക്കും. മേ ബി സെയിൽസ് കമ്മീഷൻ സെയിലുമായി ബന്ധപ്പെട്ടതല്ലേ. ഷിപ്പിംഗ് സെയിൽ ചെയ്ത സാധനം ഷിപ്പ് ചെയ്യുന്നുണ്ട്. പ്രൊഡക്ഷൻ ചെയ്ത സാധനം ഷിപ്പ് ചെയ്യുക അല്ലല്ലോ. സെയിൽ ചെയ്യുന്ന സമയത്ത് മാത്രം നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ? ഷിപ്പ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ആ രണ്ടിനും എന്തിൻ്റെ പേര് മൾട്ടിപ്ലൈ ചെയ്യണം? പ്രൊഡക്ഷൻ്റെ പേരാ സെയിൽസിൻ്റെ പേരാ? സെയിൽസിൻ്റെ ഒരുമിച്ച് ഇൻറ്റു 10,000 ചെയ്തു. അപ്പോൾ 20,000ഉം 20,000ഉം FNMOHും 20, VNMOH എന്ത് വന്നു? 20. ഇത് രണ്ടും എന്ത് കോസ്റ്റാണ്? നോൺ മാനുഫാക്ചറിങ് കോസ്റ്റാണ്. അതായത് പീരീഡ് കോസ്റ്റാണ്. അതിന് നമ്മൾ രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് എത്ര കാണിച്ചു? 40,000 എന്ന് പറഞ്ഞ് നമ്മളിവിടെ കാണിക്കും സെല്ലിങ്. അപ്പോൾ നിങ്ങൾ സാർ എന്തെങ്കിലും പീരീഡ് കോസ്റ്റ് എന്ന് പേരിട്ടാൽ പോരെ? അങ്ങനെ ഇടാൻ പറ്റൂല. ഒരു ഇൻകം സ്റ്റേറ്റ്മെൻറ്റിന് ഒരു ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റ് നമ്മൾ എന്ത് ചെയ്തേ പറ്റൂ? ഫോളോ ചെയ്തേ പറ്റൂ. നമുക്ക് കണ്ടാൽ മനസ്സിലാവണം. ഈ സെല്ലിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എന്നൊക്കെ പറഞ്ഞാൽ എന്ത് കോസ്റ്റാണ്? നോൺ മാനുഫാക്ചറിങ് കോസ്റ്റ് അല്ലെങ്കിൽ പീരീഡ് കോസ്റ്റാണ്. മാനുഫാക്ചറിങ്ങുമായി ബന്ധപ്പെടാത്ത കോസ്റ്റാണ്. അത് കുറച്ചു. അപ്പോൾ 2 lakh ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് 40,000 സെല്ലിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് കുറച്ചാൽ ബാക്കി എത്ര ഉണ്ടാവും? 1,60,000. എത്ര ഉണ്ടാവും? 1,60,000. അതാണ് എന്ത്? EBIT അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് ഇൻകം. അതിൽ നിന്ന് എന്ത് കൊടുക്കണം? ഇൻട്രസ്റ്റ് കൊടുക്കണം. ഇൻട്രസ്റ്റ് ഉണ്ടോ? ഇല്ല. ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ EBT എത്ര തന്നെയായിരിക്കും? 1,60,000 തന്നെയായിരിക്കും. EBT എന്ന് വെച്ചാൽ എന്നാ? ഏർണിങ്സ് ബിഫോർ ടാക്സ്. ടാക്സ് കൊടുക്കുന്നതിന് മുമ്പുള്ള ഏർണിങ്സ്. അപ്പോൾ ഇതിൽ നിന്ന് ഏത് കൊടുക്കണം? ടാക്സ്. എത്ര ശതമാനമാണ് ടാക്സ്? 10%. അപ്പോൾ എത്ര എടുത്തു? 16,000 എടുത്തു. അപ്പോൾ നെറ്റിങ് എത്ര കിട്ടി? 1,44,000 കിട്ടി. ഇതാണ് ഈ വർഷം നമ്മൾ ചെയ്ത കാര്യത്തിൻ്റെ നമ്മൾ ചെയ്തതിൻ്റെ ഭാഗമായി നമുക്ക് വന്ന ഏർണിങ്സ് ആണ് അല്ലെങ്കിൽ ഇൻകം ആണ് ഏത്? പ്രോഫിറ്റ് ആണ് ഏത്? 1,44,000. ഇതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? വീതിച്ചെടുക്കാൻ വേണ്ടി വന്നത്. നമുക്ക് ഇത് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് കോക്സ് ആണ്. കോക്സിൽ എന്ത് വരാൻ പറ്റും? വിറ്റ ഗുഡ്സിൻ്റെ ചിലവ്. ഉണ്ടാക്കിയ ചിലവ് മൊത്തം വരാൻ പറ്റുമോ? പറ്റൂല. കാരണം വിറ്റതിന് മാത്രം ഇപ്പം വരാൻ പറ്റൂ. ബാക്കി അവിടെ പെൻഡിങ് കിടക്കുന്നത് ചിലവായിട്ടുണ്ടെങ്കിൽ പോലും അത് എപ്പോഴും ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കൂ. അത് എപ്പോഴാണ് വിൽക്കുന്നത് ആ സമയത്ത് മാത്രം എന്താവത്തുള്ളൂ? കാണിക്കത്തുള്ളൂ കേട്ടോ. റെഡി. അപ്പോൾ എന്തുകൊണ്ടാണ് FMOHനെ ഡിവൈഡ് ചെയ്ത് കൊടുത്തത്? കാരണം എന്താ? FMOH എന്താ? പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട കോസ്റ്റാണ്. അപ്പോൾ അതിന് ഓരോ പ്രൊഡക്റ്റിലേക്കും നമ്മൾ എന്ത് ചെയ്യണം? വീതിച്ച് എന്ത് ചെയ്യണം? കൊടുക്കണം. അതുകൊണ്ടാണ് നമ്മൾ അതിനെന്ത് ചെയ്തത്? വീതിച്ച് കൊടുത്തത്. ഇതാണ് ഏത്? അബ്സോർപ്ഷൻ പ്രകാരമുള്ള ഏത് വരുന്നത്? ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. ഇതാണ് ഏത്? അബ്സോർപ്ഷൻ പ്രകാരമുള്ള ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. ഇതിനൊരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. നിങ്ങളിത് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക? ചെയ്ത് കൊടുക്കുക. ഇതിന് ആൻസർ ഇവിടെ കൊടുക്കാം. മക്കൾ ഇത് കണ്ടിട്ട് നിങ്ങൾ ബേജാറാവണ്ട. ഇത് നമ്മൾ സെപ്പറേറ്റ് ചെയ്തത് അവരെന്ത് ചെയ്തെന്നേ ഉള്ളൂ. നമ്മൾ വേറെ തന്നെ കോക്സ് ചെയ്തത് അവരിവിടെ തന്നെ കാണിച്ചെന്നുള്ളേ. ഇനി ഇത് കണ്ട് സാർ ഇതെന്നാ കോക്സിൻ്റെ അണ്ടറിൽ ഇങ്ങനെയെല്ലാം കാണിക്കുന്നത്? നമ്മൾ വേറെ തന്നെ ഒരു കോളേജ് ചെയ്തില്ലേ? അത് അവരിതിൻ്റെ അണ്ടറിൽ എന്താക്കിയെന്നേ ഉള്ളൂ? ചെയ്തേ ഉള്ളൂ. കോക്സ് എങ്ങനെ കാണുക? വിറ്റ ഗുഡ്സിൻ്റെ ചിലവ്. ഏതിൻ്റെ ഗുഡ്സിൻ്റെ? വിറ്റത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്ക്. 30,000 ഉണ്ടാക്കിയതിന് പക്ഷെ എത്രയേ വിറ്റിട്ടുള്ളൂ? 20,000. അപ്പോൾ എല്ലാത്തിനും ഏതിൻ്റെ പുറം മൾട്ടിപ്ലൈ ചെയ്യുന്നത്? 20,000. FMOH ഏതിലാണ് വന്നേ? ടോട്ടൽ 90,000. ഈ 90,000 FMOH എന്തിനു വേണ്ടി ചിലവാക്കിയതാ? പറ. FMOH ഫിക്സഡ് മാനുഫാക്ചറിങ് ഓവർഹെഡ്. മാനുഫാക്ചറിങ്ങുമായി ബന്ധപ്പെട്ട ഇൻഡയറക്റ്റ് കോസ്റ്റ്. എത്ര യൂണിറ്റാണ് മാനുഫാക്ചർ ചെയ്തത്? 30,000 അല്ലേ? ഈ 30,000 യൂണിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ ഈ 90,000 ചിലവായത്? റെഡിയല്ലേ? അപ്പോൾ ഒന്നിന് എത്ര ചിലവായിട്ടുണ്ടാവും? 90,000 ഡിവൈഡ് ബൈ 30,000 എത്ര ചിലവാകും? 3. അതാണ് ഇവിടെ ചെയ്തതേ. എന്നിട്ട് അതോ ഒന്നുണ്ടാക്കാൻ എത്ര ചിലവായി? ഫിക്സഡ് കോസ്റ്റ് 3. അത് മൊത്തം ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് വരാൻ പറ്റുമോ? പറ്റൂല. നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ ഏത് മാത്രമേ വരാൻ പറ്റൂ? വിറ്റതിൻ്റെ മാത്രം. അപ്പോൾ എത്ര വിറ്റിട്ടുള്ളൂ അതിൽ? 20,000. അതുകൊണ്ടാണ് അതിന് ഏതിൻ്റെ പുറം മൾട്ടിപ്ലൈ ചെയ്യുന്നത്? ഏതിനൊരുമിച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? 20,000 ഒരുമിച്ച് എന്ത് ചെയ്യുന്നത്? മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ സെപ്പറേറ്റ് ചെയ്തത് ഇവരെന്താക്കി? ഒരുമിച്ച് ചെയ്തെന്നുള്ളൂ. അപ്പോൾ ടോട്ടൽ എത്ര കിട്ടി? 2,40,000 കോക്സ് കിട്ടി. ഇതേ പ്രശ്നമുള്ളൂ. കോക്സേ പ്രശ്നമുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾ സിമ്പിളായിട്ട് എന്ത് ചെയ്യും? ചെയ്യുന്ന ഒരു സംഗതിയാണ്. റെഡി.
റെഡി. അതാണ് ഏത് അബ്സോർപ്ഷൻ പ്രകാരമുള്ള ഇൻകം സ്റ്റേറ്റ്മെന്റ്. അതാണ് ഏത് അബ്സോർപ്ഷൻ പ്രകാരമുള്ള ഇൻകം സ്റ്റേറ്റ്മെന്റ് കേട്ടോ. റെഡി. അപ്പം എങ്ങനെയാണ് ഫോർമാറ്റ് ഒന്നുകൂടി പറഞ്ഞേ. സെയിൽസിൽ നിന്ന് കോക്സ് കുറക്കും, ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. അപ്പം അതിൽ നിന്ന് സെല്ലിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് കുറക്കും. അപ്പോൾ ഓപ്പറേറ്റിംഗ് അല്ലെങ്കിൽ EBIT കിട്ടും. അതിൽ നിന്ന് ഇൻട്രസ്റ്റ് കുറക്കും. പിന്നെ ഇത് കിട്ടും EBT, അതായത് ഏർണിങ്സ് ബിഫോർ ടാക്സ് കിട്ടും. അതിൽ നിന്ന് ടാക്സ് കുറക്കും. അപ്പോൾ ഇത് കിട്ടും നെറ്റ് ഇൻകം കിട്ടും. അതാണ് അബ്സോർപ്ഷൻ. ഇതിനൊരു ഇൻകം സ്റ്റേറ്റ്മെന്റ് കൂടി ഉണ്ട്, അത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ അടുത്ത ഇൻകം സ്റ്റേറ്റ്മെന്റ് ആണ് കോൺട്രിബ്യൂഷൻ മാർജിൻ ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് അല്ലേ. നമുക്ക് അതിന്റെ ഫോർമാറ്റ് നോക്കാം. റെഡി. റെഡി. രണ്ടാമത്തെ ഇൻകം സ്റ്റേറ്റ്മെന്റ് ആണ് ഏതാ പറഞ്ഞത്? കോൺട്രിബ്യൂഷൻ മാർജിൻ. കോൺട്രിബ്യൂഷൻ മാർജിൻ ഇത് ഒരു ഇന്റേണൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന. എന്തിനാ രണ്ടെണ്ണം എന്നുള്ളതൊക്കെ ഇപ്പോൾ പറയൂലേ, അത് രണ്ടിനും ആവശ്യകത എന്താണെന്നുള്ളത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം, സിലബസ് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ പറഞ്ഞ് കൊടുക്കേണ്ട സാധനം അല്ല. റെഡി. അപ്പോൾ കോൺട്രിബ്യൂഷൻ മാർജിൻ ഇൻകം സ്റ്റേറ്റ്മെന്റ് അതിന്റെ ഫോർമാറ്റ് മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുള്ളൂ, പരിചയപ്പെടുത്തി തരുന്നുള്ളേ. റെഡി. നമുക്ക് നോക്കാം. റെഡി. അപ്പോൾ കോൺട്രിബ്യൂഷൻ മാർജിൻ ഇൻകം സ്റ്റേറ്റ്മെന്റ് ഫോർമാറ്റ് നേരത്തെ പോലെ തന്നെ തുടങ്ങുന്നത് സെയിൽസാണ്. തുടങ്ങുന്നത് ഏത് തന്നെയാ? സെയിൽസ്. അതിൽ വലിയ മാറ്റമൊന്നുമില്ല. റെഡി. നേരത്തെ നമ്മൾ രണ്ടാമത് ആരെയും കുറച്ച് COGS അല്ലേ, കോക്സ് അല്ലേ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അല്ലേ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ കുറക്കാൻ പോകുന്നത് വേരിയബിൾ കോസ്റ്റിനാണ്. ഏതിന് കുറക്കാൻ പോകുന്നത്? വേരിയബിൾ കോസ്റ്റ്. ശ്രദ്ധിക്കണേ, ഏതിന് കുറക്കാൻ പോകുന്നത്? സെയിൽസിൽ നിന്ന്. അപ്പോൾ ഏത് വേരിയബിൾ കോസ്റ്റ് സാറേ? അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഏതെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഏതെന്നൊന്നും പറഞ്ഞില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എല്ലാ വേരിയബിൾ കോസ്റ്റും. എല്ലാ വേരിയബിൾ കോസ്റ്റാണ്. അതായത് എന്ത്? മാനുഫാക്ചറിങ്ങുമായി ബന്ധപ്പെട്ടതായിക്കോട്ടെ, നോൺ മാനുഫാക്ചറിങ് ആയി ബന്ധപ്പെട്ടതായിക്കോട്ടെ, എല്ലാ വേരിയബിൾ കോസ്റ്റും നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? കുറയ്ക്കേണ്ടി വരും. എല്ലാ വേരിയബിൾ കോസ്റ്റും നിങ്ങൾ എന്ത് ചെയ്യണം? കുറക്കണം. അപ്പോൾ സെയിൽസ് നിന്ന് ആദ്യം ആരെ കുറക്കണം? വേരിയബിൾ കോസ്റ്റ്. അത് കുറച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നതിന് വിളിക്കുന്ന പേരാണ് കോൺട്രിബ്യൂഷൻ മാർജിൻ. എന്താ വിളിക്കുക അതിനാ? കോൺട്രിബ്യൂഷൻ മാർജിൻ അല്ലെങ്കിൽ CM. ചീഫ് മിനിസ്റ്റർ അല്ല കേട്ടോ. CM ചീഫ് മിനിസ്റ്റർ അല്ലേ. എന്താണ്? കോൺട്രിബ്യൂഷൻ മാർജിൻ ആണ്. എന്താണ്? കോൺട്രിബ്യൂഷൻ മാർജിൻ. എങ്ങനെ അപ്പോൾ കോൺട്രിബ്യൂഷൻ മാർജിൻ കിട്ടുമോ? പറ. എങ്ങനെ CM കിട്ടോ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെ CM കിട്ടോ? സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറച്ചാലാണ് ഏത് കിട്ടുക? CM കിട്ടുക. ഏതാണ്? സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറച്ചാലാണ് ആരെ കിട്ടുക? CM കിട്ടുക. റെഡിയല്ലേ? റെഡിയല്ലേ? അപ്പം സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറച്ചാൽ നിങ്ങൾക്ക് ആരെ കിട്ടും? കോൺട്രിബ്യൂഷൻ മാർജിൻ. റെഡി. റെഡി. ഇനി അടുത്ത് ആരെ കുറക്കണം? നിങ്ങൾ സിമ്പിളായിട്ട് നിങ്ങൾ തന്നെ പറ. കമ്പനി എന്ത് ചെയ്യുക? സെയിൽസിൽ നിന്ന് എല്ലാ എക്സ്പെൻസിനും കുറക്കണ്ടേ? ഇപ്പം നിങ്ങൾ ഏത് എക്സ്പെൻസിനെ കുറച്ചു? വേരിയബിൾ കോസ്റ്റിനെ കുറച്ചു. ഇനി കമ്പനിക്ക് ഏത് കോസ്റ്റാണ് ഉണ്ടാവുക? വേരിയബിൾ ഇതിനെ വേറെ ആരും ഉണ്ടാവുക? ഫിക്സഡ് കോസ്റ്റ്. കമ്പനി അടുത്ത ആരെ കുറക്കും? ഫിക്സഡ് കോസ്റ്റിനെ കുറക്കും. എന്ത് കുറക്കും? ഫിക്സഡ് കോസ്റ്റ്. അപ്പം എങ്ങനെയാണ് ഫോർമാറ്റ്? സെയിൽസ് എന്ന് ആദ്യം വേരിയബിൾ കോസ്റ്റ് കുറച്ചു. വേരിയബിൾ കോസ്റ്റ് കുറച്ചാൽ ഏത് കിട്ടി? കോൺട്രിബ്യൂഷൻ മാർജിൻ CM കിട്ടി. ഇനി അതിൽ നിന്ന് ഏത് കുറക്കും? ഫിക്സഡ് കോസ്റ്റ് കുറക്കും. സാർ ഏത് ഫിക്സഡ് കോസ്റ്റ്? എല്ലാ ഫിക്സഡ് കോസ്റ്റും. എല്ലാ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ മാനുഫാക്ചറിങ്ങുമായി ബന്ധപ്പെട്ടതായിക്കോട്ടെ, ബന്ധപ്പെടാത്തതായിക്കോട്ടെ, എല്ലാ ഫിക്സഡ് കോസ്റ്റും എന്ത് ചെയ്യണം? കുറക്കണം. അത് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കിട്ടുന്നത് എന്താ? ഓപ്പറേറ്റിംഗ് ഇൻകം അല്ലെങ്കിൽ EBIT. മാറ്റമൊന്നുമില്ലേ? ഇനി അങ്ങോട്ട് മാറ്റമൊന്നുമില്ലേ? ഇത്ര വരെ മാറ്റുള്ളൂ. ഇനി അങ്ങോട്ട് എന്താ? ഓപ്പറേറ്റിംഗ് അല്ലെങ്കിൽ EBIT. റെഡി. ഇനി ആരെ കുറക്കണം? ഇൻട്രസ്റ്റ്. ഇനി മാറ്റമൊന്നുമില്ലേ? ഇത്ര വരെ മാറ്റുള്ളൂ. ഇൻട്രസ്റ്റ് കുറച്ചു. ഇനി എന്താ? ഇൻട്രസ്റ്റ് കുറച്ച് ആരെ കിട്ടും? EBT കിട്ടും. ഏത് കിട്ടും? EBT. EBT കിട്ടിയാൽ ഏർണിങ്സ് ബിഫോർ ടാക്സ് കിട്ടിയാൽ ആരെ കുറക്കണം? ടാക്സ് കുറക്കണം. റെഡി. അത് കഴിഞ്ഞാൽ ടാക്സ് കുറച്ച് ആരെ കിട്ടും? നെറ്റ് ഇൻകം കിട്ടും. ആരെ കിട്ടും? നെറ്റ് ഇൻകം. അപ്പോൾ ഇവിടെ ഒന്നും ബാക്കിയൊന്നും മാറ്റില്ല. ഇനീഷ്യൽ എന്താ? നേരത്തെ ഫോർമാറ്റിൽ സെയിൽസിൽ നിന്ന് COGS കുറച്ചു. അപ്പം ഗ്രോസ് പ്രോഫിറ്റ് കിട്ടി. ഇതിൽ സെല്ലിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് കുറച്ചു. അപ്പോഴാണ് ഇത് കിട്ടുന്നത് ഓപ്പറേറ്റിംഗ് ഇൻകം. ഇവിടെ അങ്ങനെയല്ല. സെയിൽസിൽ നിന്ന് ആരെ കുറക്കാൻ പോകുന്നത്? വേരിയബിൾ കോസ്റ്റ്. ഏത് വേരിയബിൾ കോസ്റ്റ്? എല്ലാ വേരിയബിൾ കോസ്റ്റും. അത് കുറച്ചാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ആരാ? കോൺട്രിബ്യൂഷൻ മാർജിൻ. ഈ കോൺട്രിബ്യൂഷൻ മാർജിൻ എന്ത് ചെയ്യും? കോൺട്രിബ്യൂഷൻ മാർജിൻ ഫിക്സഡ് കോസ്റ്റിനെ കവർ ചെയ്യും ആദ്യം. അത് ഏതിനെ കവർ ചെയ്യും? ഫിക്സഡ് കോസ്റ്റിനെ. അപ്പോൾ ആ കോൺട്രിബ്യൂഷൻ മാർജിൻ എടുത്തിട്ട് നമ്മൾ ആദ്യം ഏതിനെ കൊടുത്തു തീർക്കും? ഫിക്സഡ് കോസ്റ്റിനെ കൊടുത്തു തീർക്കും. അത് കൊടുത്തു തീർന്ന ബാക്കി വരുന്ന കോൺട്രിബ്യൂഷൻ മാർജിൻ ഇല്ലേ, അത് എവിടത്തേക്ക് പോകും? ഓപ്പറേറ്റ് ഇൻകത്തിലേക്ക് പോകും, അല്ലെങ്കിൽ EBITയിലേക്ക് എന്താവും പോകും. ബാക്കി അങ്ങോട്ടേക്ക് എന്താണ്? സെയിം ആണ്. അപ്പോൾ ഏത് ഫിക്സഡ് കോസ്റ്റിനെ ഓർക്കുന്നത്? എല്ലാ ഫിക്സഡ് കോസ്റ്റും. അത് മാനുഫാക്ചറിങ്ങുമായി ബന്ധപ്പെട്ടതായിക്കോട്ടെ, ബന്ധപ്പെടാത്തതായിക്കോട്ടെ. അപ്പോൾ എൻ്റെ ചോദ്യം,
എങ്ങനെയാണ് നിങ്ങൾക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടുക? സെയിൽസ് നിന്ന് കോഗ്സ് കുറച്ചാലാണ് ആരെ കിട്ടുക? ഗ്രോസ് പ്രോഫിറ്റ് കിട്ടുക. എങ്ങനെയാണ് കോൺട്രിബ്യൂഷൻ മാർജിൻ കിട്ടുക? സെയിൽസ് നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറച്ചാലാണ് നിങ്ങൾക്ക് ഏത് കിട്ടുക? കോൺട്രിബ്യൂഷൻ മാർജിൻ കിട്ടുക. ഏത് കിട്ടുക? കോൺട്രിബ്യൂഷൻ മാർജിൻ കിട്ടുക. അപ്പോൾ നമുക്ക് നോക്കേ, ഒരു ഡെമോ ക്വസ്റ്റ്യൻസ് നോക്കാം. റെഡി. എന്താ ക്വസ്റ്റ്യൻ? സെയിൽസ് തന്നിട്ടുണ്ട് 1 million, വേരിയബിൾ കോസ്റ്റ് തന്നിട്ടുണ്ട് 6 lakh, ഫിക്സഡ് കോസ്റ്റ് തന്നിട്ടുണ്ട് 2 lakh, ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട് 50,000, ടാക്സ് തന്നിട്ടുണ്ട് എത്ര? 20%. റെഡി. അപ്പോൾ സെയിൽസ് എത്രയാണെന്നത് 1 million തന്നിട്ടുണ്ട്. റെഡി. വേരിയബിൾ കോസ്റ്റ് എത്ര തന്നിട്ടുണ്ട്? 6 lakh തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ 600K തന്നിട്ടുണ്ട്. റെഡി. അപ്പം 1 million നിന്ന് 600K കുറച്ച് കഴിഞ്ഞാൽ എത്രയായിരിക്കും കോൺട്രിബ്യൂഷൻ മാർജിൻ ഉണ്ടാവുക? പറ. എത്ര ഉണ്ടാവും? 4 lakh ഉണ്ടാവും. ഇനി ആരെ കുറക്കണം? ഫിക്സഡ് കോസ്റ്റ്. മക്കൾ എത്ര ഫിക്സഡ് കോസ്റ്റ്? ക്വസ്റ്റ്യനിൽ കൃത്യമായി പറയുന്നുണ്ട് 2 lakh ആണ്. എത്ര ഫിക്സഡ് കോസ്റ്റ്? 2 lakh ആണ് എന്തുള്ളത്? ഫിക്സഡ് കോസ്റ്റ് ഉള്ളത്. അത് കുറക്കാം. അപ്പോൾ 4 lakh കോൺട്രിബ്യൂഷൻ മാർജിൻ ഉള്ളിടത്തിൽ നിന്ന് ആദ്യം നമ്മൾ 2 lakh ഫിക്സഡ് കോസ്റ്റ് കുറച്ചു. ബാക്കി എത്ര ഉണ്ടാവും? ഓപ്പറേറ്റിംഗ് ആവും. ബാക്കി എത്ര ഉണ്ടാവും? 2 lakh ഉണ്ടാവും. ഇനി ഇതിൽ നിന്ന് ആരെ കുറക്കണം? ഇൻട്രസ്റ്റ് കൊടുക്കണം. എത്ര ഇൻട്രസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്? 50,000. അപ്പോൾ EB ആയിട്ട് കിട്ടിയാൽ അതിൽ 50,000 ഇൻട്രസ്റ്റ് കഴിച്ചാൽ ബാക്കി എത്ര ഉണ്ടാവും? 1,50,000. ബാക്കി എത്ര ഉണ്ടാവും? 1,50,000. റെഡിയല്ലേ? അതിൽ നിന്ന് എന്ത് കൊടുക്കണം? ഈ 1,50,000 എവിടുന്ന ടാക്സ് കൊടുക്കണ്ടേ? EBT നിർത്തിയിട്ട് എന്ത് കൊടുക്കണ്ടേ? ടാക്സ് കൊടുക്കേണ്ടത്. എത്ര ശതമാനം? 20%. ഏതിൻ്റെ 20% മക്കളെ? 20% 1,50,000ൻ്റെ 20%. അതായത് എത്ര ടാക്സ് കൊടുക്കണം? 30,000 ടാക്സ്. അപ്പോൾ 1,50,000 നിന്ന് 30,000 ടാക്സും കൂടി പോയി കഴിഞ്ഞാൽ ബാക്കി ലാഭം എത്രയായിരിക്കും? 1,20,000 ആയിരിക്കും എന്ത് വരുന്നത്? ലാഭം വരുന്നത്. റെഡിയല്ലേ? ഇവിടെ കോക്സോ എസ്എൻ്റെ ഒന്നും ഇല്ല. ഇവിടെ മൊത്താര വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റിൻ്റെയും കളിയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? വരുന്നത്. റെഡിയല്ലേ? കൺഫ്യൂഷൻ ഉണ്ടോ? എന്നാൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ അപ്പുറത്ത് നമുക്ക് മാറ്റാം. സെല്ലിംഗ് പ്രൈസ് വന്നിട്ടുണ്ട് 80. സെല്ലിംഗ് പ്രൈസ് എത്ര വന്നിട്ടുണ്ട്? 80 കേട്ടോ. വേരിയബിൾ കോസ്റ്റ് നേരത്തെ ടോട്ടൽ ആണെങ്കിൽ ഇപ്പോൾ ഇതിലാന്നേ പെർ യൂണിറ്റ് വന്നത് എത്ര? വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എത്ര? 50. റെഡി. ഫിക്സഡ് കോസ്റ്റ് വന്നിട്ടുണ്ട് എത്ര? 20,000. ഫിക്സഡ് കോസ്റ്റ് ഇതിൽ വന്നത് ഡയറക്റ്റ് വന്നു 20,000 കേട്ടോ. റെഡി. അടുത്ത ചെയ്ത് തന്നിട്ടുണ്ട് സെയിൽസ് യൂണിറ്റ് വന്നിട്ടുണ്ട്. എത്ര വന്നിട്ടുണ്ട്? എത്ര? 1000. ഇത്രയും ഡാറ്റാസാണ് നമുക്ക് തന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് ടാക്സോ കാര്യങ്ങളോ ഒന്നും തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഏതുവരെ കണ്ടുപിടിച്ചാൽ മതി? ഓപ്പറേറ്റിംഗ് വരെ കണ്ടുപിടിച്ചാൽ മതി കേട്ടോ. ശ്രദ്ധിക്കണേ. ഇതിൽ നിങ്ങളോട് CM എത്രയെന്ന് വെച്ചാൽ എത്ര പറയുന്നത്? CM എത്രയാണ്? CM എങ്ങനെ കണ്ടുപിടിക്കുക? കോൺട്രിബ്യൂഷൻ മാർജിൻ എങ്ങനെ കണ്ടുപിടിക്കുക? ഒന്നിക്കുക സെയിൽസിൽ നിന്ന് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് മൈനസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ CM കിട്ടും. അല്ലെങ്കിലോ പെർ യൂണിറ്റ് ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസിൽ നിന്ന് ഏത് കുറച്ചാൽ മതി? വേരിയബിൾ കോസ്റ്റ്. അപ്പം ഇവിടെ ആണെങ്കിൽ എങ്ങനെ ചെയ്യും? 80 ആണ് സെല്ലിംഗ് പ്രൈസ്. അതിൽ 50 വേരിയബിൾ കോസ്റ്റ് കുറച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? കോൺട്രിബ്യൂഷൻ മാർജിൻ പെർ യൂണിറ്റ്. ഒന്നിൻ്റെ ആണെങ്കിൽ പെർ യൂണിറ്റ്, ടോട്ടൽ ആണെങ്കിലോ ടോട്ടൽ കോൺട്രിബ്യൂഷൻ മാർജിൻ എന്ന് വിളിക്കും. റെഡിയല്ലേ? ഒന്ന് ടോട്ടൽ കോൺട്രിബ്യൂഷൻ മാർജിൻ ആണ്, ഒന്നെന്താണ്? കോൺട്രിബ്യൂഷൻ മാർജിൻ പെർ യൂണിറ്റാണ്. എന്താ എപ്പോൾ ടോട്ടൽ കിട്ടുക? ടോട്ടൽ വെച്ച് ചെയ്താൽ. എപ്പോൾ പെർ യൂണിറ്റ് കിട്ടുക? പെർ യൂണിറ്റ് വേരിയബിൾ കോസ്റ്റും പെർ യൂണിറ്റ് സെല്ലിംഗ് പ്രൈസും വെച്ച് ചെയ്താലാണ് എന്ത് കിട്ടുക? പെർ യൂണിറ്റ് CM കിട്ടുക. റെഡി. അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്ത് നോക്കാം. സെയിൽസ് ഒന്ന് എത്ര ദിവസം വിൽക്കുന്നത്? 80. എത്ര എണ്ണം വിൽക്കുന്നുണ്ട്? 1000 എണ്ണം. അപ്പോൾ എത്രയായിരിക്കും കിട്ടുക? 80,000 ആണ് എന്ത്? സെയിൽസ് റവന്യൂ. ഇനി ആരാ കുറക്കണ്ടേ? വേരിയബിൾ കോസ്റ്റ് എത്ര? 50. എത്ര വേരിയബിൾ കോസ്റ്റ്? 50. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഇതിന് ആരെപ്പഴാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? സെയിൽസിൻ്റെ എപ്പറ, പ്രൊഡക്ഷൻ്റെ എപ്പറ? ഇവിടെ സെയിൽസ് തന്നിട്ടുള്ളൂ, എന്നാലും സെയിൽസിൻ്റെ എപ്പറ, പ്രൊഡക്ഷൻ്റെ എപ്പറ? സെയിൽസിൻ്റെ എപ്പറ മാത്രം. എന്തുകൊണ്ടാ? സെയിൽ ചെയ്തതിൻ്റെ കോസ്റ്റ് മാത്രമേ എപ്പോഴും എവിടെ വരാൻ പറ്റൂ? ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് വരാൻ പറ്റും. ഇൻറ്റു എത്ര ചെയ്യും? 1000 ചെയ്യും. റെഡി. അപ്പോൾ എത്രയാണ്? 50,000 കിട്ടും. അപ്പോൾ 80,000 നിന്ന് 50,000 കുറച്ചാൽ കോൺട്രിബ്യൂഷൻ മാർജിൻ എത്രയായിരിക്കും? 30,000. 80,000 നിന്ന് 50,000 കുറച്ചാൽ കോൺട്രിബ്യൂഷൻ മാർജിൻ എത്രയായിരിക്കും? 30,000. അപ്പോൾ ഈ 30,000 വിളിക്കുന്ന പേരാണ് ടോട്ടൽ കോൺട്രിബ്യൂഷൻ മാർജിൻ.
ഈ 30 വിളിക്കുന്ന പേരാണ് കോൺട്രിബ്യൂഷൻ മാർജിൻ പെർ യൂണിറ്റ്. രണ്ടും തമ്മിൽ ഡിഫറൻസ് മനസ്സിലായില്ലേ? ഒന്ന് ടോട്ടൽ വെച്ച് ചെയ്തതും ഒന്ന് ഏത് വെച്ച് ചെയ്തത് പെർ യൂണിറ്റ്. ഈ പെർ യൂണിറ്റ് എങ്ങനെ ടോട്ടൽ ആക്കുക? മക്കൾ ആലോചിക്കണേ. 1 വിറ്റാൽ 30 റുപ്യേൻ്റെ കോൺട്രിബ്യൂഷൻ കിട്ടും. 1 വിറ്റാൽ 30 റുപ്യേൻ്റെ കോൺട്രിബ്യൂഷൻ കിട്ടും. നിങ്ങൾ എത്ര എണ്ണം വെക്കുന്നുണ്ട്? 1000 എണ്ണം. അപ്പോൾ എത്രയാ 30,000. അതന്നെയല്ലേ ഇവിടെ കിട്ടിയത്. മാജിക്കാ ഇത് അല്ലേ? മാജിക് ഒന്നല്ല ഇത്. മാജിക്കാന്നൊന്ന് വിചാരിക്കണം നിങ്ങൾ. ഇതെന്നാ സിമ്പിൾ മാത്തമാറ്റിക്സാ അല്ലേ? 1 വിറ്റാൽ 30 കിട്ടുമെങ്കിൽ 1000 വിറ്റ് എത്ര കിട്ടും? 30,000. അതിനാൽ ഇവിടെ ടോട്ടൽ ആക്കി എഴുതിയേ ഉള്ളൂ. റെഡിയല്ലേ? അപ്പോൾ അല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആലോചിച്ചേക്ക്. 1000 യൂണിറ്റ് വിറ്റ സമയത്ത് എത്രയാണ് കോൺട്രിബ്യൂഷൻ കിട്ടിയത്? 30,000. അപ്പോൾ 1 വിറ്റപ്പോൾ എത്രയ്ക്ക് കിട്ടുക? 30,000 ഡിവൈഡഡ് ബൈ 1000 എത്ര കിട്ടും? 30 കിട്ടും. റെഡിയല്ലേ? നേരെ ഓപ്പോസിറ്റ് ടോട്ടലിന് എന്താക്കി? പെർ യൂണിറ്റ് ആക്കി മാറ്റി. ഇനി ഏത് കുറക്കണം? സി എം ഇട്ടിക്കഴിഞ്ഞാൽ വേരിയബിൾ കോസ്റ്റ് കുറച്ചാൽ ബാക്കി ഏത് കോസ്റ്റ് ഉള്ളത്? ഫിക്സഡ് കോസ്റ്റ്. എത്ര ഫിക്സഡ് കോസ്റ്റ്? 20,000. 30,000 നിന്ന് 20,000 ഫിക്സഡ് കോസ്റ്റ് കുറച്ചാൽ ബാക്കി എത്ര ഉണ്ടാവും? 10,000. അപ്പോൾ ഈ കോൺട്രിബ്യൂഷൻ മാർജിൻ്റെ പണി എന്നാ? ഈ കോൺട്രിബ്യൂഷൻ മാർജിൻ്റെ പണി ആദ്യം ഇതിനെ കവർ ചെയ്യും. ഫിക്സഡ് കോസ്റ്റിനെ കവർ ചെയ്തിട്ട് ബാക്കി എമൗണ്ട് ഉണ്ടെങ്കിൽ അതിനെ എവിടത്തേക്ക് അയക്കും? ഓപ്പറേറ്റിംഗ് ഇൻകത്തിലേക്ക് അയക്കും. പൊതുവെ നിങ്ങൾ വെച്ചോ, നിങ്ങളൊരു പ്രൊഡക്റ്റ് വിൽക്കുന്ന ഷോപ്പാണ്, ചെറിയ ഷോപ്പ്. നിങ്ങൾ പ്രൊഡക്റ്റ് വിറ്റ് ലാഭത്തിനെ കൊണ്ട് അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോൺട്രിബ്യൂഷൻ മാർജിൻ. അത് എടുത്തിട്ട് നിങ്ങൾ ആ ലാഭത്തിൽ നിന്ന് എടുത്തിട്ടായിരിക്കും നിങ്ങൾ അവിടെ റെൻറ്റ് കൊടുക്കുക, അവിടുത്തെ സാലറി കൊടുക്കുക അല്ലേ? അത് തന്നെയാണ്. ആ 30,000 ലാഭം എടുത്തിട്ട് അതിൽ നിങ്ങൾ എന്ത് കൊടുത്തു? ഫിക്സഡ് കോസ്റ്റ് കൊടുത്ത് കഴിഞ്ഞിട്ട് അതിന് ബാക്കി വരുന്ന 10,000 ഉണ്ടല്ലോ, നിങ്ങളെല്ലാം സാലറിയും കാര്യങ്ങളൊക്കെ കൊടുത്ത് ബാക്കി വരുന്ന 10,000 ഉണ്ടല്ലോ, അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓപ്പറേറ്റിംഗ് ഇൻകം അല്ലെങ്കിൽ EBIT എന്താക്കുന്നത്? വിളിക്കുന്നത്. റെഡിയല്ലേ? ഇങ്ങനെയാണ് നമ്മൾ ഏത് പ്രിപ്പയർ ചെയ്യുക? കോൺട്രിബ്യൂഷൻ മാർജിൻ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എന്ത് ചെയ്യുക? പ്രിപ്പയർ ചെയ്യുക. ഇതിൻ്റെ കൂടുതൽ കളികളുണ്ട്. ഇതിൻ്റെ കൂടുതൽ കളികൾ നമ്മൾ പിന്നീട് നമുക്ക് എന്ത് ചെയ്യാം? നോക്കാൻ പറ്റുന്നതാണ്. റെഡിയല്ലേ? ഓക്കെ. ഈ ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്തിട്ട് നമുക്ക് ഈ വേരിയബിൾ അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ മാർജിൻ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യാം? അവസാനിപ്പിക്കാം. റെഡി. ക്വസ്റ്റ്യൻ അപ്പുറത്ത് നമുക്ക് കോപ്പി ചെയ്യാം. സെല്ലിംഗ് പ്രൈസ് എത്രയാ? ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട് 100 ആണ്. DM ഡയറക്റ്റ് മെറ്റീരിയൽ 20 ആണെന്ന് കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റ് ലേബർ 10 ആണെന്ന് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് അപ്പുറത്തേക്ക് കോപ്പി ചെയ്യുന്ന കേട്ടോ. VMOH 7.5, ഒരു യൂണിറ്റിന് എത്ര? 7.5. FMOH ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട് 10,000. എന്താ FMOH? മാനുഫാക്ചറിങ്ങുമായി ബന്ധപ്പെട്ട ഇൻഡയറക്റ്റ് കോസ്റ്റുകൾ കേട്ടോ. അതെന്ത്? ഫിക്സഡ് ആയിട്ട് വരുന്ന ഇൻഡയറക്റ്റ് കോസ്റ്റുകൾ. VNMOH കൊടുത്തിട്ടുണ്ട് 12.5. FNMOH കൊടുത്തിട്ടുണ്ട് 20,000. ടാക്സ് കൊടുത്തിട്ടുണ്ട് ഇല്ല, ടാക്സ് കൊടുത്തിട്ടില്ല. ടാക്സിൻ്റെ ഒന്നും ആവശ്യം അത്ര ഇത് പ്രിപ്പയർ ചെയ്യുന്നില്ല ഇവർ. ഓപ്പറേറ്റിംഗ് ഇൻകം വരെ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്യണേ, ഇതൊന്നും പ്രിപ്പയർ ചെയ്യുന്നില്ല. ഓപ്പറേറ്റിംഗ് ഇൻകം വരെ വേണ്ടു, ടാക്സ് വേണ്ട. പ്രൊഡക്ഷൻ ബാക്കി പ്രിപ്പയർ ചെയ്യണേ. ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ അതിൻ്റെ ആവശ്യമില്ലാന്നേ ഉള്ളൂ. പ്രൊഡക്ഷൻ 1200 സെയിൽസ് 1000 ആണ്. അപ്പോൾ ഇവിടെ 1200 യൂണിറ്റ് ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ എത്ര യൂണിറ്റ് വെക്കുന്നുള്ളൂ? 1000. അപ്പോൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഡാറ്റാസ് മൊത്തം ഏതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം? 1000-ൻ്റെ. കാരണം വിറ്റത് മാത്രമേ ഇവിടെ ഉണ്ടാകാൻ പറ്റൂ, ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ ഉണ്ടാകാൻ പറ്റൂ. അപ്പോൾ ആദ്യം സെയിൽസ് ആണ്, ശ്രദ്ധിക്കണേ. സെയിൽസ് എത്ര? എത്ര പൈസയൊക്കെ വെക്കുന്നത്? 100-ന്. എത്രയാണ് വെക്കുന്നുണ്ട്? 1000. വളരെ സിമ്പിളാണ്. കഴിഞ്ഞു. അത് കഴിഞ്ഞു. ഇനി ആരെ വേണ്ടേ? വേരിയബിൾ കോസ്റ്റ്. ഏത് വേരിയബിൾ കോസ്റ്റ്? എല്ലാ വേരിയബിൾ കോസ്റ്റും എന്ന് പറയുമ്പോൾ പ്രൊഡക്ഷനായി ബന്ധപ്പെട്ടതും ബന്ധപ്പെടാത്തതും. അപ്പോൾ ഇവിടെ ആരൊക്കെയാണ് വേരിയബിൾ കോസ്റ്റ്? DM വേരിയബിൾ കോസ്റ്റാ. ഇവിടെ വേരിയബിൾ കോസ്റ്റ് ആരൊക്കെയാ? പറ. വേരിയബിൾ കോസ്റ്റ് ആരൊക്കെയാ? DM എത്ര? 20. വേറെ ആരെ വേരിയബിൾ കോസ്റ്റ്? DLും വേരിയബിൾ കോസ്റ്റാ. എത്ര? 10. വേറെ ആരെ വേരിയബിൾ കോസ്റ്റ്? VMOH. അതെന്താ? വേരിയബിൾ കോസ്റ്റ് അല്ലേ? ആണ്. 7.5. FMOH വേരിയബിൾ കോസ്റ്റ് ആണോ? അല്ല, പേരിൽ തന്നെ ഉണ്ട്. അതെന്താ? ഫിക്സഡ് ആണ്. അടുത്തെന്താ? VNMOH വേരിയബിൾ നോൺ മാനുഫാക്ചറിങ് കോസ്റ്റ് അല്ലേ? എത്രയാണ്? 12.5. നിങ്ങളേക്ക് സാറേ അത് നോൺ മാനുഫാക്ചറിങ് അല്ലേ? എൻ്റെ ചോദ്യം എന്നാ? വേരിയബിൾ അല്ലേ ഇങ്ങോട്ട് എടുക്കാൻ പറഞ്ഞത്?
മാനുഫാക്ചറിങ് നോൺ മാനുഫാക്ചറിങ് ഒക്കെ അവിടെ പ്രശ്നമാണോ? അല്ല കേട്ടോ, എല്ലാ വേരിയബിൾ കോസ്റ്റും. FNMO എടുക്കാൻ പറ്റുമോ? പറ്റൂല. അതെന്നാ ഫിക്സഡ് കോസ്റ്റാണ്. റെഡി. അപ്പോൾ എത്രയാണ് വരിക ടോട്ടൽ എത്ര വരും? 20, 10, 7.5, 12.5 എത്ര വരും? അപ്പം 20, 40, 50. അപ്പോൾ വേരിയബിൾ കോസ്റ്റ് എത്ര വരും? വേരിയബിൾ കോസ്റ്റ് ഈസ് ഈക്വൽ ടു 50. റെഡി. അപ്പോൾ വേരിയബിൾ കോസ്റ്റ് കിട്ടിയൊന്നുണ്ട്. എത്രയാണ്? 50. ഇതിന് ഏത് മൾട്ടിപ്ലൈ ഉണ്ട്? പ്രൊഡക്ഷൻ്റെ എപ്പറാ സെയിൽസിൻ്റെ എപ്പറാ? നോർമലി നമുക്കറിയാം സെയിൽസിൻ്റെ ഒരുമിച്ചാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 50,000. അപ്പോൾ സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 50,000. അതിനെ വിളിക്കുന്ന പേരാണ് കോൺട്രിബ്യൂഷൻ മാർജിൻ, ടോട്ടൽ കോൺട്രിബ്യൂഷൻ മാർജിൻ. ഇനി ഇതിൽ നിന്ന് എന്ത് ചെയ്യണം? ഫിക്സഡ് കോസ്റ്റുകളെ കവർ ചെയ്യണം. ഏതെല്ലാം ഇവിടെ ഫിക്സഡ് കോസ്റ്റ് ഉള്ളത്? FMOH ഉണ്ട്, FNMOH ഉണ്ട്. അതാ സാറേ രണ്ടും കൊടുക്കുന്നത് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞത്, അല്ലാണ്ട് മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? നോൺ മാനുഫാക്ചറിങ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എല്ലാ ഫിക്സഡ് കോസ്റ്റ് എന്ത് ചെയ്യണം? കുറക്കണം. അപ്പോൾ 10,000 കുറക്കണം, 20,000 കുറക്കണം. അപ്പോൾ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എത്ര? 20 + 10 എത്ര കിട്ടും? 30,000. അപ്പോൾ 50,000 നിന്ന് 50,000 കോൺട്രിബ്യൂഷൻ മാർജിൻ എടുത്ത് ആദ്യം നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്നാൽ 30,000 ഫിക്സഡ് കോസ്റ്റ് കുറക്കുക. അത് കുറച്ചാൽ ബാക്കി എത്ര ഉണ്ടാവും? 20,000 ഉണ്ടാവും. അതിനെ വിളിക്കുന്ന പേരാണ് ഇത് ഓപ്പറേറ്റിംഗ് ഇൻകം. അപ്പോൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് 2 രൂപത്തിലുണ്ട്, അബ്സോർപ്ഷനും കോൺട്രിബ്യൂഷൻ മാർജിനും. രണ്ട് പർപ്പസിനാണ്. അബ്സോർപ്ഷൻ ഏതാ? എക്സ്റ്റേണൽ പർപ്പസിനാണ്. പിന്നെ കോൺട്രിബ്യൂഷൻ മാർജിൻ എന്തിനാ? ഇൻറ്റേർണൽ പർപ്പസിനാണ്. അപ്പോൾ എന്തിനാണ് അങ്ങനെ രണ്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ള കാര്യമൊക്കെ പിന്നീട് പഠിക്കാം നമുക്ക്. ഇപ്പം നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ച് തലമുണ്ടാക്കണ്ട. ഇപ്പം നിങ്ങൾക്ക് ആകെ അറിയേണ്ടത് ഫോർമാറ്റ് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കാം. എന്താ പഠിക്കേണ്ടത്? ഫോർമാറ്റ് മാത്രം. അബ്സോർപ്ഷൻ്റെ ഫോർമാറ്റ് എങ്ങനെയായിരുന്നു? പറ. അബ്സോർപ്ഷൻ്റെ ഫോർമാറ്റ് എങ്ങനെയായിരുന്നു? സെയിൽസിൽ നിന്ന് ആരൊക്കെ ഓർക്കും? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. മക്കൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അപ്പോൾ നിങ്ങൾക്ക് സാറേ ഇവിടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, അവിടെ വേരിയബിൾ കോസ്റ്റ്, രണ്ടും ഒന്നല്ലേ? രണ്ടും ഒന്നാ. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്നിട്ട് ആരൊക്കെ പെട്ട്? DM പെട്ട്, DL പെട്ട്, VMOH പെട്ട്, FMOH പെട്ട് അല്ലേ? അപ്പോൾ വേരിയബിൾ ഉണ്ട് കോക്സിൽ, ഫിക്സഡ് ഉണ്ട് ഏത്? കോക്സിൽ. മറ്റേ ഏത് മാത്രമേ ഉള്ളൂ? വേരിയബിൾ കോസ്റ്റ് മാത്രമേ ഓർക്കുന്നുള്ളൂ. എവിടെ? കോൺട്രിബ്യൂഷൻ മാർജിൻ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ. അപ്പോൾ സെയിൽസിൽ നിന്ന് കോക്സ് കുറച്ചാൽ എന്ത് കിട്ടും? ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. അതിൽ നമ്മൾ ആരൊക്കെ ഓർക്കും? സെല്ലിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓർക്കും. ആരൊക്കെ ഓർക്കും? സെല്ലിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് കിട്ടും. അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് EBIT. രണ്ടും തമ്മിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. EBIT എന്ന് പറയുമ്പം ഓപ്പറേറ്റിംഗ് ഉണ്ടാവും, നോൺ ഓപ്പറേറ്റിംഗ് ഉണ്ടാവും. അതില്ലെങ്കിൽ രണ്ടും എന്തായിരിക്കും? സെയിം ആയിരിക്കും. എന്നാൽ ഇതിന് ഏത് ഓർക്കും? ഇൻട്രസ്റ്റ് ഓർക്കും. ഇൻട്രസ്റ്റ് കുറച്ച് ചെയ്ത് കിട്ടും, EBT കിട്ടും. അതിൽ നിന്ന് ടാക്സ് ഓർക്കും. ടാക്സ് കുറച്ചാൽ ചെയ്ത് കിട്ടും, നെറ്റിങ്ങും കിട്ടും. അതാണ് അബ്സോർപ്ഷൻ്റെ ഫോർമാറ്റ്. വേരിയബിൾ അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ മാർജിൻ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണ്? സെയിൽസിൽ നിന്ന് ആദ്യം ചെയ്ത് ഓർക്കും? വേരിയബിൾ കോസ്റ്റ്. ഏത് വേരിയബിൾ കോസ്റ്റ്? എല്ലാ വേരിയബിൾ കോസ്റ്റും. അത് കുറച്ചാൽ ചെയ്ത് കിട്ടും, കോൺട്രിബ്യൂഷൻ മാർജിൻ കിട്ടും. റെഡി. അത് മേ ബി പെർ യൂണിറ്റ് ചെയ്താൽ പെർ യൂണിറ്റ് കിട്ടും, ടോട്ടൽ ചെയ്ത് ഏത് കിട്ടും? ടോട്ടൽ കിട്ടും. ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ എപ്പോഴും ഏതാ ഉണ്ടാവുക? ടോട്ടലാണ് ഉണ്ടാവുക. അതിൽ നിന്ന് ഏത് ഓർക്കണേന്? ഫിക്സഡ് കോസ്റ്റ് ഓർക്കണം. ഫിക്സഡ് കോസ്റ്റ് കുറച്ചാൽ ഏത് കിട്ടും? ഓപ്പറേറ്റിംഗ് ഇൻകം അല്ലെങ്കിൽ EBIT കിട്ടും. ബാക്കി അങ്ങോട്ട് ഇൻട്രസ്റ്റ്, EBT, ടാക്സ്, നെറ്റ് ഇൻകം ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. റെഡി. ഇതാണ് 2 ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഫോർമാറ്റ്. ഇതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ ആലോചിച്ച് എന്ത് ചെയ്യേണ്ട? തലമുണ്ടാക്കണ്ട. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു CMA കോഴ്സിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പായി നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇത്രയും സെക്ഷൻസിൽ, സീരീസിൽ നമ്മൾ എന്ത് ചെയ്തത്? ഡിസ്കസ് ചെയ്തത്. റെഡിയല്ലേ? അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ അറിഞ്ഞാൽ തന്നെ നമുക്ക് കോഴ്സിൻ്റെ ഒക്കെ ബാക്കി കാര്യങ്ങൾ വളരെ സ്മൂത്തായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? റൺ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നിങ്ങൾ ഒരു പ്രൊഫഷണൽ കോഴ്സ് എന്ന അടിസ്ഥാനത്തിൽ നിങ്ങൾ CMA കോഴ്സിനെ കാണുന്ന സമയത്ത് അതിലേക്ക് ഇറങ്ങുമ്പം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ബേസിക് ആൻഡ് ഫണ്ടമെൻ്റൽ നോളജ് തരാനാണ് നമ്മൾ ഈ സീരീസ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടത്? അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ എടുത്ത ആൾക്കാരുണ്ടാവും. ഇതിൽ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന ആൾക്കാർക്ക് ഇതിൽ സൈലത്തിൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ലാസ്സസ് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് എന്ത് ചെയ്യാൻ പറ്റും? കിട്ടാൻ പറ്റും. ലൈക്ക് ഇനി നമുക്ക് അങ്ങോട്ടേക്ക് നമുക്കൊരു ഓഫ്ലൈൻ ക്ലാസ്സുകൾ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? കാണാം. സീ യു സൂൺ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.